الله يا واسع الجود والكرم. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت حيلتي أدركني يا حبيب الله. സർവ്വധന്യരായ സദാത്തുക്കൾ, പണ്ഡിതന്മാർ, രക്ഷിതാക്കൾ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹത്താൽ നമ്മുടെ സ്നേഹപ്രപഞ്ചം 15ാമത് എഡിഷൻ ഏഴാം ദിവസം ബുറുദയുടെ വരികൾ പങ്കുവച്ചുകൊണ്ടുള്ള ഈ വർഷത്തെ വിഷയ അവതരണത്തിന്റെ 6ാം ദിവസവും കൂടിയാണ് ഇന്ന്. തിരുനബി സല്ലല്ലാഹു അലൈഹി വ ആലിഹി വ അസ്ഹാബിഹി വസല്ലമ തങ്ങളെ അത്യുന്നതമായ ആദരവിന്റെയും അകം നിറഞ്ഞ അനുരാഗത്തിന്റെയും ആസ്വാദന ലോകത്ത് നിന്നുകൊണ്ട് ഇമാം ബുസൈരി റളിയല്ലാഹു അൻഹു നമ്മെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു കൊടുത്ത ബഹുമാനങ്ങൾ അസാധാരണ കഴിവുകൾ, അമാനുഷിക സാക്ഷ്യങ്ങൾ, അഭൗതിക പ്രമാണങ്ങൾ, അതിൽ ഏറ്റവും ആധികാരികവും എന്നത്തേക്കും ശേഷിക്കുന്ന പ്രമാണവുമായ വിശുദ്ധ ഖുർആൻ അതിൻ്റെ ഓരം പറ്റിയും മുഅ്ജിസാത്തുകളുടെ ചാരത്ത് ചേർന്നു നിന്നുകൊണ്ടുമാണ് നമ്മുടെ ഈ വൈജ്ഞാനിക പ്രയാണം നടന്നുകൊണ്ടിരിക്കുന്നത്. ദാമത്ത് ലദൈനാ ഫഫാഖത് കുല്ല മുഅ്ജിസതി മിനൻ നബിയ്യിന ഇദ് ജാഅത് വലം തദുമി. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസാത്തുകൾക്ക് മറ്റുള്ള അമ്പിയാക്കന്മാരുടെ മുഅ്ജിസത്തുകളിൽ നിന്ന് വ്യത്യസ്തമായുള്ള വിശേഷങ്ങൾ എണ്ണിപ്പറയുമ്പോൾ മഹാനവറുകൾ തുടരുന്നത് മുഹക്കമാതും ഫമാ തുബ്ഖീന മിൻ ശുബഹി ലിദി ശിഖാഖിൻ വമാ തബ്ഗീന മിൻ ഹികമി മാ ഹൂരിബത് ഖത്തു ഇല്ലാ ആദ മിൻ ഹറബി ആദൽ ആദി ഇലൈഹാ മുൽഖിയസ് സലമി. ദാമത്ത് ലദൈനാ ഫഫാഖത് കുല്ല മുഅ്ജിസതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്തിലെ ഖുർആൻ എന്നേക്കുമായി ഇവിടെ നിലനിൽക്കുകയാണ്. താൽക്കാലികമായി വന്നുപോയ മറ്റു മുഅ്ജിസാത്തുകളിൽ നിന്നെല്ലാം വ്യത്യസ്തമാണത്. മുഹക്കമാതുൻ ഫമാ തുബ്ഖീന മിൻ ശുബഹി. വിധിപ്രസ്താവനകളുടെ സമാഹാരമാണ് ഖുർആൻ. വിധിവിലക്കുകളെയും നിയമനിർണയങ്ങളെയും
പരിശുദ്ധമായ ഖുർആൻ ലോകത്തോട് പങ്കുവെക്കുകയും വിമർശകന്മാർക്ക് അവസരമില്ലാത്ത വിധം സമ്പൂർണമാക്കുകയും ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു വിധി പ്രസ്താവനയുടെ ആൾ ഇടപെടേണ്ട ആവശ്യം ഇല്ല. ഖുർആനിൽ ഒരു പഴുതു കണ്ടെത്തി പറയാനും തർക്കം തീർക്കാൻ ഒരു മധ്യസ്ഥനെ കണ്ടെത്താനുമുള്ള ആവശ്യം ഇല്ലേ ഇല്ല. മാ ഹൂരിബത് ഖത്തു ഇല്ലാ ആദ മിൻ ഹറബി ആദൽ ആദി ഇലൈഹാ മുൽഖിയസ്സലമി. എത്ര ശാസ്ത്രവുമുള്ള ആളുകളും പരിശുദ്ധമായ ഖുർആനോട് മത്സരിക്കാൻ കെൽപ്പില്ലാതെ തോൽവി സമ്മതിച്ച് ആയുധം വെച്ച് മാറിപ്പോവുകയാണ് ചെയ്തിട്ടുള്ളത്. പരിശുദ്ധമായ ഖുർആനിന്റെ ബഹുമാനങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത വിശേഷങ്ങളും വിശേഷണങ്ങളും എല്ലാം പറയുമ്പോൾ ഓരോ നബിമാരുടെയും കാലത്ത് അതാതുകാലത്തെ പ്രവാചകന്മാർക്കു നൽകിയ പ്രമാണങ്ങൾക്ക് തുല്യമോ അതിനേക്കാൾ മികച്ചതോ സമാനമായി അതിനെ മറികടക്കുന്നതോ ആയ പ്രമാണങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു നൽകിയിട്ടുണ്ട്. ചിലപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിലെ അംഗങ്ങൾക്ക് കറാമത്തായി അല്ലാഹു തആല നൽകും. ഈ ഉമ്മത്തിലെ ഔലിയാക്കളുടെ കറാമത്തുകൾ മുഴുവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്തിന്റെ ഭാഗമാണ്. ഇമാം യൂസുഫ് നബ്ഹാനി റളിയല്ലാഹു അൻഹു അങ്ങനെ തന്നെ പരിചയപ്പെടുത്തുന്നത് കാണാം. മഹാനരായ മൂസ അലൈഹിസ്സലാം, മൂസാ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ദഅവത്തുമായി നിയോഗിച്ചപ്പോൾ ജനത ആവശ്യപ്പെട്ട പല കാര്യങ്ങളുണ്ട്. അവിടുത്തെ മുഅ്ജിസത്തായി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയത് وَإِذِ اسْتَسْقَى مُوسَى لِقَوْمِهِ فَقُلْنَا اضْرِبْ بِعَصَاكَ الْحَجَرَ فَانْفَجَرَتْ مِنْهُ 12 عَيْنًا. മൂസാ നബി അലൈഹിസ്സലാമിനോട് ആളുകൾ അരുവി ആവശ്യപ്പെട്ടു, വെള്ളം ആവശ്യപ്പെട്ടു. അവിടുത്തെ വടി കൊണ്ട് അടിച്ചപ്പോൾ 12 കൈത്തോടുകളായി ജലം വരികയാണ്. മഹാനരായ മൂസ കലീമുല്ലാഹ് അലൈഹിസ്സലാം മുഅ്ജിസത്തായി ലോക സമക്ഷത്തിന് മുമ്പിൽ അവതരിപ്പിക്കുന്നു. ഇന്നും ആ സ്ഥലം ഈജിപ്തിന്റെ പ്രത്യേക സ്ഥലങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് പോകാവുന്നതാണ്. ഞങ്ങൾ ആ പ്രവിശ്യയിലൂടെ സഞ്ചരിച്ചിട്ടുണ്ട്. മഹാനായ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത മുഅ്ജിസത്താണ്. എന്നാൽ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ ഹിജ്റയുടെ 7-ാം വർഷം മുഹറം മാസത്തിൽ ഉണ്ടായ സംഭവം ഇമാം മുസ്ലിം അവിടുത്തെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ സമാനമായ ഒരുപാട് സംഭവങ്ങളെ നമുക്ക് കാണാൻ കഴിയും. അതിൽ ഒന്ന് ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നത് ഹിജ്റ 7-ാം വർഷം മുഹറത്തിൽ നടന്നതാണ്. സിർനാ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ഗസ്വതി ദാത്തിർ റിഖാ.
ദാത്തുർ റിഖാഅ മുന്നേറ്റത്തിന്റെ യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പമാണ്. ഹത്താ നസൽനാ വാദി അഫിയഹ്, അങ്ങനെ ഞങ്ങൾ അഫിയഹ് താഴ്വരയിൽ എത്തി. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വഅലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങൾ ജാബിർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, യാ ജാബിർ നാദി ബി വളൂഇൻ, വെള്ളത്തിന് വേണ്ടി ഒന്ന് വിളിച്ചു പറയൂ ജാബിറേ. മഹാനരായ ജാബിർ റളിയല്ലാഹു അൻഹുവിനോട് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വഅലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങൾ പറയുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലയോ ഹബീബായ തങ്ങളെ, മാ വജത്തു ഫിർ റക്ബി മിൻ ഖത്റ, ഈ സംഘത്തിൽ എവിടെയും ഒരു തുള്ളി വെള്ളം പോലും ഉള്ളതായി അറിവില്ല. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വഅലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങളോട് ജാബിർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇൻതലിഖ ഇല ബിനി ഫുലാനിൽ അൻസാരി. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൻസ്വാരിയായ ഇന്നയാളുടെ അടുക്കലേക്ക് പോകൂ. അങ്ങനെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിലേക്ക് ഒരൽപ്പം തുള്ളികൾ മാത്രമുള്ള വെള്ളത്തിന്റെ പാത്രം കൊണ്ടുവരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആ വലിയ ഒരു പാത്രം ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറയൂ ജാബിറേ. ഫാതൈതുഹു ബിഹാ തഹ്മിൽ, അതാ മഹാനരായ ജാബിർ റളിയല്ലാഹു അൻഹു പറയാണ്, അങ്ങനെ ജവന ഒരു വലിയ പാത്രം ഞാൻ കൊണ്ടുവന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക്. ഫവളഅതുഹാ ബൈന യദൈഹി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുസവിധത്തിൽ ഞാനത് വെച്ചു. എന്നിട്ട് മഹാനരായ സ്വല്ലല്ലാഹു അലൈഹി വഅലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങൾ അവിടുത്തെ കൈവിരലുകൾ ആ പാത്രത്തിലേക്ക് ഇറക്കി വെക്കുകയാണ്. ഖുദ് യാ ജാബിർ ഫസുബ്ബ അലയ്യ, ആ ശേഷിക്കുന്ന ഒരൽപ്പം വെള്ളമുണ്ടല്ലോ ജാബിറേ, അതെന്റെ കൈയുടെ മേലൊന്ന് ഒഴിക്കൂ ജാബിർ. ബിസ്മില്ലാഹ് എന്ന് ചൊല്ലി ജാബിർ റളിയല്ലാഹു അൻഹു പറയാണ്, ഫസബബ്തു അലൈഹി, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുവിരലുകൾക്ക് മേലെ ആ വെള്ളം പകർന്നു കൊടുത്തു. فصببت عليه فرأيت الماء يفور من بين أصابع رسول الله صلى الله عليه وسلم. നബി സല്ലല്ലാഹു അലൈഹി വഅലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങളുടെ വിരലുകൾക്കിടയിൽ നിന്ന് വെള്ളം ഇങ്ങനെ പ്രവഹിക്കുകയാണ് പാത്രത്തിലേക്ക്. ഞാൻ ആശ്ചര്യത്തോടെ നോക്കി നിന്നു. പാത്രം ഇങ്ങനെ നിറയാനായി. ഫഖാല യാ ജാബിർ, ഓ ജാബിറേ, നാദി മൻ കാന ലഹു ഹാജ, വെള്ളത്തിന് ആവശ്യമുള്ളവരെ വിളിക്കൂ ജാബിറേ. ഞാൻ എല്ലാവരോടും പറഞ്ഞു, വരി, വെള്ളം ആവശ്യമുള്ളവരെല്ലാം വരൂ ഈ ജവനയിലേക്ക്, ഈ പാത്രത്തിലേക്ക്. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വഅലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങളുടെ തിരുകരങ്ങളിലെ വിരലുകൾക്കിടയിൽ നിന്ന് പ്രവഹിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളമാണ് ഈ പാത്രത്തിൽ നിറയുന്നത്. വേണ്ടവർ വന്നോളൂ എന്ന് പറഞ്ഞ് എല്ലാവരും വന്നു. ഹത്താ റവൗ, അവർക്കെല്ലാം വയർ നിറയുന്നത് വരെ, ദാഹം ശമിക്കുന്നത് വരെ അവരെല്ലാം കുടിച്ചു. ഫറഫഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ യദിഹി യദഹു മിനൽ ജഫനതി, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പാത്രത്തിൽ നിന്ന് കൈ ഉയർത്തിയപ്പോൾ വഹിയ മൽആ,
ആ പാത്രം നിറച്ചും വെള്ളമാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വഅലിഹി വസഹബിഹി വസല്ലമ തങ്ങളുടെ മുഅ്ജിസത്ത് എന്ന നിലയിൽ വെള്ളം നിറഞ്ഞിരിക്കുകയാണ്. ഇവിടെ മഹാന്മാര് പറയുന്ന ഒരു തുലന വായനയുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വഅലിഹി വസഹബിഹി വസല്ലമ തങ്ങളുടെ കൈവിരലുകൾക്കിടയിൽ നിന്ന് വെള്ളം പ്രവഹിക്കുന്നു. മൂസ അലൈഹിസ്സലാം വടികൊണ്ട് പാറയിൽ അടിച്ചപ്പോൾ പാറയിൽ നിന്ന് അരുവികൾ വരുന്നു. പാറയിൽ നിന്ന് അരുവി പ്രകൃതിപരമായി അത്ര വലിയ ആശ്ചര്യമുള്ള കാര്യമല്ല. എന്നാൽ അതിനേക്കാൾ ആശ്ചര്യമുള്ള മുഅ്ജിസത്താണല്ലോ വഅഫ്ളലുൽ മിയാഹി മാഉൻ ഖദ് നബഅ മിൻ ബൈനി അസാബിഇൻ നബിയിൽ മുത്തബഅ യലീഹി മാഉ സംസമുൻ ഫൽ കൗസറു വനീലു മിസ്റാ ثم باقي الأنهار. ഹബീബായ സല്ലല്ലാഹു അലൈഹി വഅലിഹി വസഹബിഹി വസല്ലമ തങ്ങളുടെ തിരുവിരലുകൾക്കിടയിൽ നിന്ന് പ്രവഹിച്ച വെള്ളം, ഇതല്ലയോ ഏറെ ആശ്ചര്യകരമായി നിങ്ങൾക്ക് വായിക്കാനുള്ളത്. പാറയിൽ നിന്ന് പ്രകൃതിയിൽ സാധാരണമായി തന്നെ ഉണ്ടാകുന്നതാണ് ജലപ്രവാഹം. ഉറവ പൊട്ടുന്നതെല്ലാമായ തഫജ്ജറു മിൻഹുൽ മാ. അതേ സമയത്ത് വിരൽ കൊടിയിൽ നിന്ന് ഒരു യാത്രാ സംഘത്തിന് മുഴുവനും ദാഹം ശമിക്കാനും അവർക്ക് കരുതി വെക്കാനുമുള്ള വെള്ളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്ത് കൊണ്ട് ഉണ്ടാവുകയാണ്. ഇതുപോലെ എത്രയെത്ര സംഭവങ്ങളാണ് ലോകഗുരുവായ തിങ്കൾ ത്വാഹ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വഅലിഹി വസഹബിഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയതെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്തുകളെ മറ്റുള്ള അമ്പിയാക്കന്മാരുടെ മുഅ്ജിസത്തിനോട് ചേർത്തൊന്നു പഠിച്ചാൽ കൂടുതൽ ആശ്ചര്യങ്ങളാണ് നിങ്ങൾക്ക് കാണാനുള്ളത്. കണ്ടില്ലേ? ഇനി ഒന്നുകൂടി മഹാനരായ സയ്യിദുന ഹബീബുനാ സല്ലല്ലാഹു അലൈഹി വഅലിഹി വസഹബിഹി വസല്ലമ തങ്ങളെയും മുൻകാല പ്രവാചകന്മാരെയും ഒന്ന് ചേർത്ത് വായിക്കാൻ ഒരുങ്ങിയാൽ, കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാമിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ജലസ്രോതസ്സുകളെ തുറന്ന് പിളർത്തി കൊടുക്കുകയാണ്. സമുദ്രം രണ്ടാക്കി പിളർന്നു കൊടുക്കുന്നു കടന്നു പോകാൻ. മഹാനരായ മൂസ അലൈഹിസ്സലാം കടന്നു പോകുന്നു. എന്നാൽ അതിനെ ആശ്ചര്യമായി ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇഖ്തറബത്തിസ്സാഅതു വൻശഖൽ ഖമർ, അല്ലാഹു സുബ്ഹാനഹു വ തആല ചന്ദ്രനെ രണ്ട് പിളർപ്പാക്കി നൽകുകയാണ്. ചന്ദ്രനെ രണ്ട് പിളർപ്പാക്കി നൽകുകയാണ്. ഇതിലേതാണ് ഏറ്റവും കൂടുതൽ ആശ്ചര്യം? സാധാരണയിൽ ജലസ്രോതസ്സുകൾ മാറിയൊഴുകാം, ഇടയിലൂടെ ചെറിയ തുരുത്തുകൾ ഉണ്ടാകാം. അതേ സമയത്ത് ഏറെ ആശ്ചര്യമായി കാണാനാകുന്നത് അഖ്സംതു ബിൽ ഖമരിൽ മുൻശഖി ഇന്ന ലഹു. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആംഗ്യമൊന്ന് കണ്ടപ്പോഴേക്ക് ചന്ദ്രൻ രണ്ട് പിളർപ്പായി മാറിക്കൊടുക്കുകയാണ്. ആ ഉദാഹരണം നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിച്ചത് ഖുർആനാണ്. കഴിഞ്ഞ സ്നേഹപ്രപഞ്ച പരമ്പരയിൽ നമ്മളത് വിശദീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല. ചന്ദ്രൻ പിളർന്ന സംഭവം, ആ സമയത്ത് ലോകത്തുള്ള ക്ലോക്കുകളും ജനാവസ്ഥകളും എല്ലാം വെച്ചുകൊണ്ടുള്ള വിശദ പഠനങ്ങൾ സീറയുടെ പണ്ഡിതന്മാര് നടത്തിയിട്ടുണ്ട്. ബിബ്ലിക്കൽ റഫറൻസുകളിൽ യെശയ്യാവിന്റെ സുവിശേഷത്തിൽ സൂര്യനും ചന്ദ്രനും എല്ലാം വെയിറ്റ് ചെയ്ത സന്ദർഭങ്ങൾ ക്രൈസ്തവ ലോകം വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വഅലിഹി വസഹബിഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ചന്ദ്രനെ രണ്ട് പിളർപ്പാക്കി നൽകുകയാണ്. ഹാജരുള്ള ആളുകളോട് പറഞ്ഞു, ഇഷ്ഹദൂ, നിങ്ങൾ സാക്ഷിയായിക്കോളൂ, കണ്ടോളൂ, ഈ രണ്ട് പർവ്വത മുഖങ്ങളിലേക്ക് ചന്ദ്രന്റെ രണ്ട് പിളർപ്പുകൾ നീങ്ങി നിൽക്കുന്നത് കാണുന്നില്ലേ? ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തതാണ്. മൂസാ നബി അലൈഹിസ്സലാമിന് അല്ലാഹു തആല കൊടുത്ത
സുപ്രധാനമായ ഒരു മുഅ്ജിസത്താണ് കലീമുല്ലാഹ്, അല്ലാഹുവിന്റെ കലീമായ മൂസ അലൈഹിസ്സലാം. എന്നാൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹബിഹി വസല്ലമ തങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല വാനലോകത്തെ അത്യുന്നതങ്ങളിലേക്ക് ക്ഷണിക്കുകയാണ്. അത്യുന്നതങ്ങളിലേക്ക് ക്ഷണിച്ചു. മൂസ അലൈഹിസ്സലാമിനെ ഭൂമിയിൽ നിന്ന് അല്ലാഹുവിന്റെ കലാമ തിരുവചനം കേൾക്കാൻ അവസരം ഒരുക്കി കൊടുക്കുമ്പോൾ അത് വരുമ്പോഴേക്ക് തന്നെ തജല്ലിയിലേക്ക്, അള്ളാഹുവിനെ കാണാനുള്ള ആഗ്രഹത്തിൽ നിന്ന് അള്ളാഹുവിന്റെ തജല്ലിയിലേക്ക് അടുക്കുമ്പോഴേക്ക് ഫഖറ മൂസാ സഇഖാ, മൂസാ നബി അലൈഹിസ്സലാം വീഴുകയാണ്. മൂസ അലൈഹിസ്സലാം മറിഞ്ഞു വീണു, സ്തബ്ധരായി വീണു. എന്നാൽ എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ അറിയണേ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വാനലോകത്തിന്റെ ഉന്നത മണ്ഡലങ്ങളിലേക്ക് സൽക്കാരമൊരുക്കി. വഹുവ ബിൽ ഉഫുഖിൽ അഅലാ, അത്യുന്നത മണ്ഡലങ്ങളിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെത്തി. ثم دنا فتدلى فكان قاب قوسين أو أدنى. അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായി പ്രത്യേക സംഭാഷണത്തിന്റെ സ്ഥലത്തേക്ക് വിളിക്കുകയാണ്. ആ വിളിക്കുന്ന സമയത്ത് വാനലോകത്തൊരുക്കിയ സ്വീകരണങ്ങളെ നോക്കിയാൽ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്. വിദേശ പ്രതിനിധികൾ നമ്മുടെ രാജ്യത്തേക്ക് വരുമ്പോൾ ഈ രാജ്യത്തെ വേറിട്ട കലകളും അവർക്ക് വരുന്ന അതിഥികൾക്ക് താല്പര്യമുള്ള കലാരൂപങ്ങളും പ്രത്യേക വ്യക്തിത്വ പരിഗണനയോടുകൂടി നൽകാറുണ്ട്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹബിഹി വസല്ലമ തങ്ങൾക്ക് ആകാശത്തിന്റെ 7 മണ്ഡലങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേക പ്രതിനിധികളെ നിർത്തി. ഇസ്രാഇന്റെ സഞ്ചാരം തൽക്കാലം അവിടെ നിൽക്കട്ടെ, അതിലേക്ക് ഞാൻ പോകുന്നില്ല. മിഅ്റാജിന്റെ 7 മണ്ഡലങ്ങളിൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹബിഹി വസല്ലമ തങ്ങൾ കടന്നു പോകുമ്പോൾ ഓരോ വാനമണ്ഡലത്തിലും അല്ലാഹു തആല വെച്ചത് പ്രത്യേകമായ ആശയപ്പൊരുളുകൾ നിറഞ്ഞ സ്വീകരണമാണ്. വിദേശ രാജ്യത്ത് നിന്ന് വിദേശ രാഷ്ട്ര പ്രമുഖന്മാര് നമ്മുടെ രാജ്യത്തേക്ക്, മറ്റു രാജ്യങ്ങളിലേക്ക് നമ്മുടെ രാഷ്ട്രപ്രതിനിധികൾ ഒക്കെ ചെല്ലുമ്പോൾ ആ സ്വീകരിക്കുന്നതിന് എന്തെല്ലാം ഔദ്യോഗിക ചിട്ടകളാണ്. കലാരൂപങ്ങളെ തെരഞ്ഞെടുക്കുന്നത് ഏതെല്ലാം താല്പര്യത്തിലാണ്. അവരുടെ രാജ്യവുമായി സമ്പർക്കം പുലർത്താനുള്ള മാനദണ്ഡങ്ങളെല്ലാം അതിൻ്റെ ഇടയിലുണ്ടാകാം. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹബിഹി വസല്ലമ തങ്ങളെ വാനലോകത്ത് സ്വീകരിക്കാൻ വെച്ച ഓരോ അമ്പിയാക്കന്മാർക്കും പ്രത്യേകമായ സന്ദേശമാണ് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് നൽകാനുള്ളത്. ഇത് മഹാന്മാരായ സ്വഹീഹിന്റെ പണ്ഡിതന്മാർ ഓരോ ആകാശമണ്ഡലത്തിലും കടന്നുപോയത് നിവേദനം ചെയ്യുന്നുണ്ട്. ഇമാം ബുഖാരി തങ്ങൾ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആകാശമണ്ഡലങ്ങളെ കടന്നുപോയ ഘട്ടങ്ങളെ വിശദീകരിക്കുന്നു. അതൊന്നും ഇപ്പോൾ നമ്മളിവിടെ വായിക്കുന്നില്ല. നമ്മുടെ സ്നേഹപ്രപഞ്ച പരമ്പരയിൽ എവിടെയോ മിഅ്റാജ് നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോഴത് ആവർത്തിക്കുന്നില്ല. അതേ സമയത്ത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു ചെല്ലുമ്പോ ഒന്നാം ആകാശത്ത് നിൽക്കുന്ന മഹാനരായ സയ്യിദുനാ അബുൽ ബശർ ആദം അലൈഹിസ്സലാം. ആദം അലൈഹിസ്സലാമിനെ അവിടെ നിർത്തുന്നതിന് പിന്നിൽ എന്താണ് താല്പര്യമുള്ളത്? ആദം അലൈഹിസ്സലാം നൽകുന്ന സന്ദേശം എന്താണ്? മഹാന്മാരായ പണ്ഡിതന്മാര് വിശദീകരിക്കട്ടെ. മഹാനരായ ആദം അലൈഹിസ്സലാം അനുഗ്രഹങ്ങളുടെ പറുദീസയായ സ്വർഗത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. ആ സ്വർഗത്തിൽ നിന്ന് മൂല്യം കുറഞ്ഞ ഭൗതികമായ ലോകത്തേക്ക്, ഭൗമികമായ ലോകത്തേക്ക് വരികയാണ്. ന്യായമായും സ്വർഗം വിട്ടതിന്റെ ദുഃഖം ആദം അലൈഹിസ്സലാമിനുണ്ട്. എന്നാൽ ഭൂമിയിൽ വന്ന് കഅബാലയത്തിന്റെ നാട്ടിൽ നിൽക്കുകയും ഇവിടെ അവിടുത്തെ സന്താന പരമ്പരകളിലൂടെ വിലാസങ്ങൾ ഉണ്ടാവുകയും ചെയ്തപ്പോൾ പുതിയ ഒരു ഉന്മേഷമാണ് ആദം നബി അലൈഹിസ്സലാമിനുണ്ടാവുന്നത്.
സ്വർഗം വിട്ട നൊമ്പരം അത് നിയോഗത്തിന്റെ ഭൂമിയാണ്. എന്നാൽ ഭൂമിയിലെ ജീവിതം അത് കർമ്മത്തിന്റെ ഭൂമിയാണ്. കർമ്മഭൂമിയിൽ വന്ന് സന്തോഷിക്കണം. നിയോഗ ഭൂമി വളരെ സന്തോഷമുള്ളതായിരിക്കാം, എന്നാലും വിഷമിക്കേണ്ടതില്ല. സ്വർഗത്തിൽ നിന്ന് പോന്നതിന്റെ ദുഃഖമുണ്ടെങ്കിലും ഈ ലോകത്തുണ്ടായ വിപ്ലവങ്ങളുടെയും മുന്നേറ്റങ്ങളുടെയും സന്താന പരമ്പരകളുടെയും സന്തോഷം മഹാനരായ ആദം നബി അലൈഹിസ്സലാമിനുണ്ടല്ലോ. ഇത് ഹബീബായ തങ്ങൾക്കൊരു ഉണർത്തലാണ്. കാരണം മക്ക വിടാൻ നേരം തങ്ങൾ പറഞ്ഞു, മിൻ അഹബ്ബിൽ ബിലാദി ഇലല്ലാഹ്, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട നാട്ടിൽ നിന്ന് ഞാൻ പോവാൻ പോവാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വഅലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, മിൻ അഹബ്ബിൽ ബിലാദി ഇലയ്യ, അല്ലാഹുവേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ നാട്ടിൽ നിന്ന് പോകാൻ പോവാണ്. ഇഷ്ടമുള്ള വീടാകുന്ന സ്വർഗത്തിൽ നിന്ന് ആദം നബിക്ക് പോരാൻ പ്രയാസമുണ്ടായിരുന്നതുപോലെ ജന്മനാട്ടിൽ നിന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് യാത്ര പറയാൻ വേദനയുണ്ടായിരുന്നു. എന്നാൽ മദീനയുടെ മണ്ണിലേക്ക് വന്നപ്പോൾ തങ്ങൾ പറഞ്ഞു, മിൻ അഹബ്ബിൽ ബിലാദി ഇലയ്യ ഇലാ അഹബ്ബിൽ ബിലാദി ഇലൈക യാ അല്ലാഹ്, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ മദീനതിനാ വഫീ മുദ്ദിനാ വഫീ സാഇനാ. അല്ലാഹുവേ, നീ നിന്റെ ഖലീലായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് മക്കയിൽ എന്തെല്ലാമാണ് നൽകിയത്, അതിനേക്കാൾ കൂടുതൽ ഈ മദീനയിൽ നീ എനിക്ക് നൽകണമേ. നീ നിന്റെ ഖലീലിന് ഹറമായി നൽകിയതാണ് മക്ക. എന്നാൽ നിന്റെ ഹബീബായ എനിക്ക് മാ ബൈന ലാബതയിൽ മദീനത്തി ഹറമുൻ, ഈ രണ്ട് കുന്നുകൾക്ക് ഐർ സൗർ രണ്ട് കുന്നുകൾക്കിടയിലുള്ള സ്ഥലത്തെ നീ എനിക്ക് ഹറമാക്കി തരണേ അല്ലാഹ്. മക്കയിൽ എന്തെല്ലാം വെച്ചിട്ടുണ്ടോ അതിന്റെ ഇരട്ടി മദീനയിൽ തരണേ റബ്ബേ. നിയോഗത്തിന്റെ ഭൂമിയിൽ നിന്ന് പ്രബോധനത്തിന്റെ കർമ്മഭൂമിയിൽ വരുമ്പോൾ ഇഷ്ടപ്പെട്ട സ്വന്തം വീട് വിട്ടുകൊണ്ട് കർമ്മത്തിന് വേണ്ടി തെരഞ്ഞെടുത്ത ഭൂമിയിൽ വന്ന് സംതൃപ്തിയടഞ്ഞു. അതാണ് ആദം നബി അലൈഹിസ്സലാമിന്റെ സന്ദേശം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആശ്വാസം നൽകാനുള്ള ഒരു സ്വീകരണമാണ് അവിടെ ഒരുക്കി വെച്ചിട്ടുള്ളത് ആദം നബി അലൈഹിസ്സലാമിന്റെ സ്വാഗതത്തിലൂടെ. അടുത്ത ആകാശത്തിലേക്ക് ചെല്ലുമ്പോൾ ഈസാ അലൈഹിസ്സലാമും യഹ്യാ അലൈഹിസ്സലാമും ഉണ്ട്. ഏതെല്ലാം പ്രവാചകന്മാരിൽ നിന്ന് എന്തിനാണ് ഇവരെ തെരഞ്ഞെടുത്തത്? മഹാന്മാരായ ഈ പ്രവാചകന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകുന്ന സന്ദേശം എന്താണ്? വഅക്കദതു സുഹദഹു ഫീഹാ ലറൂറതുഹു ഇന്നൽ ലറൂറത ലാ തഅദു അലൽ ഇസ്മി. ഈ രണ്ട് പ്രവാചകന്മാരും പരിത്യാഗത്തിന്റെ ഉദാഹരണങ്ങളാണ്. ഈ ലോകത്തെ ആടയാഭരണങ്ങളൊന്നും ആവശ്യമില്ല, ജീവിത സൗകര്യങ്ങളൊന്നും ആവശ്യമില്ല. തീർത്തും പരിത്യാഗപൂർണമായ ജീവിതം നബി സല്ലല്ലാഹു അലൈഹി വഅലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളുടെ ലളിതമായ ജീവിതത്തിന്റെ ഒരുപാട് ഉദാഹരണങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ട മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ വർണ്ണാഭമായ ഒരു കർട്ടൻ തൂക്കിയിട്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീട് വിട്ടിറങ്ങി അങ്ങ് പോയി. അലിയാര് തങ്ങൾ ചോദിച്ചു, അല്ല എന്തേ അങ്ങ് പോയത്? തങ്ങൾ ഈ വീട്ടിലേക്ക് വന്നിട്ട് കയറാതെ അങ്ങ് പോയതെന്താണ്? നിങ്ങൾ വീട്ടിൽ വിരിച്ചിരിക്കുന്ന വിരിപ്പെണിക്ക് വേണ്ടത്ര തൃപ്തിയായില്ല. അതിനെന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത്? അതെടുത്ത് ഈ ഗ്രാമത്തിന്റെ അങ്ങേയറ്റത്തൊരു പാവപ്പെട്ട ഒരാളുണ്ട്, അയാൾക്ക് കൊടുക്കുമ്പോൾ എനിക്ക് സന്തോഷമാകും.
ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മകൾക്ക് പരിത്യാഗത്തിന്റെ അധ്യായം പഠിപ്പിച്ചു കൊടുത്തു. അങ്ങനെ പരിപൂർണമായി ഈ ലോക സൗകര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുൻകാല പ്രവാചകന്മാരിൽ നിന്ന് അത്യുത്തമമായ ഉദാഹരണമാണ് ഫിസ്സുഹ്ദി വത്തവക്കുലി ഈസാ വയഹ്യാ. ഈസാ അലൈഹിസ്സലാമും യഹ്യാ നബി അലൈഹിസ്സലാമും ആകാശത്തിന്റെ രണ്ടാം മണ്ഡലത്തിൽ നിൽക്കുകയാണ്. മൂന്നാമത്തെ മണ്ഡലത്തിലുള്ളതാരാണ്? നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാം. വേറെ ഏതെല്ലാം പ്രവാചകന്മാരുണ്ട്? യൂസുഫ് നബി അലൈഹിസ്സലാമിനെ അവിടെ സ്വീകരണത്തിന് വെച്ചപ്പോൾ എന്ത് സന്ദേശമാണ് നൽകിയത്? അതേ, മറ്റൊന്നുമല്ല, ലാ തസ്രീബ അലൈക്കുമുൽ യൗം. ഒരുപാട് മർദ്ദനങ്ങളും പീഡനങ്ങളും പരദേശ യാത്രകളും എല്ലാം അനുഭവിക്കേണ്ടി വന്ന മഹാനായ യൂസുഫ് അലൈഹിസ്സലാം സഹോദരങ്ങളോട് പ്രതികാരം ചോദിക്കാൻ പറ്റുന്ന ഒരു നാള് കിട്ടി. അന്ന് മഹാനരായ യൂസുഫ് അലൈഹിസ്സലാം പറഞ്ഞു, ഇല്ല, എനിക്ക് ആരോടും പ്രതികാരമില്ല. ലാ തസ്രീബ അലൈക്കുമുൽ യൗം. ഇന്നൊരാളോടും പ്രതികാരം പറയുന്ന ദിവസമല്ല. കാരണം മക്കാ വിജയത്തിന്റെ അത്യുജ്വലമായ മുന്നേറ്റ നാളിൽ ലോകത്തിന് തുല്യതയില്ലാത്ത മാപ്പ് പ്രഖ്യാപിച്ച നേതാവല്ലേ, കാരുണ്യത്തിന്റെ കേദാരമായ റഹ്മത്തുൽ ലിൽ ആലമീൻ, സ്വാഹിബുത് തർഫിൽ കഹീൽ വൽ ഖദ്ദിൽ ലസീൽ വസ്സംസമി വസ്സൽസബീൽ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സലാത്തൊക്കെ ഒന്ന് ചൊല്ലലേ. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങൾ എല്ലാവർക്കും മാപ്പ് പ്രഖ്യാപിക്കുകയാണ്. അതിന് പറ്റുന്ന ഒരു നാളാണ്. ആ വലിയ സന്ദേശമാണ് മഹാനരായ യൂസുഫ് നബി അലൈഹിസ്സലാം നിൽക്കുന്നത്. മാത്രമല്ല, സൗന്ദര്യത്തിന്റെ ഉദാഹരണമായി ലോകത്ത് നിൽക്കുന്ന യൂസുഫ് നബി അലൈഹിസ്സലാമിനോട് പരിപൂർണ സൗന്ദര്യമായ ഐനുൽ ജമാൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്തിപ്പെടുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സൗന്ദര്യത്തിന് അല്ലാഹു തആല പ്രത്യേകമായ ഒരു ഹിഫ്ള് നൽകി. അതുകൊണ്ടാണ് യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ സൗന്ദര്യത്തിൽ സ്ത്രീകൾ ആകൃഷ്ടരായതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സൗന്ദര്യത്തിൽ അക്കാലത്തെ ഒരു പെണ്ണിനും അവിഹിതമായി ചിന്തിക്കാൻ കഴിഞ്ഞില്ല, അപമര്യാദയായി ആലോചിക്കാൻ കഴിഞ്ഞില്ല. കാരണം അത് കമാലാണ്, ജമാലാണ്. ജമാല് മാത്രമല്ല, കമാലാണ്. ഒരിക്കലും ഒരു ദുഷ്ടചിന്തകളോ ഒരു മോശമായ വിചാരങ്ങളോ ഒരാളുടെ മനസ്സിൽ വരാനും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാരണമാകാൻ പറ്റില്ല. അങ്ങനെ ഹിഫ്ള് നൽകപ്പെട്ട സൗന്ദര്യത്തിന്റെ ഉടമയാണ് സയ്യിദുനാ ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങൾ. അടുത്ത ആകാശമണ്ഡലത്തിലേക്ക് ചെല്ലുമ്പോൾ അവിടെ സ്വീകരിക്കാൻ നിൽക്കുന്നതാരാണ്? വേറെ ആരുമല്ല, നബിയുല്ലാഹി ഇദ്രീസ് നബി അലൈഹിസ്സലാമാണ്. എന്താണ് ഇദ്രീസ് നബി അലൈഹിസ്സലാമിന്റെ പ്രത്യേക സന്ദേശം? കസറത്തുദ്ദർസി വൽ ഉലൂം. പരിജ്ഞാനത്തിന്റെയും വൈജ്ഞാനിക ചർച്ചകളുടെയും നേതാവായ നബിയാണ്.
ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ വഅല്ലമക മാ ലം തകുൻ തഅലം വകാന ഫദ്ലുല്ലാഹി അലൈക അദീമാ വലം യുദാനൂഹു ഫീ ഇൽമിൻ വലാ കറമീ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അറിവിലും ആദരവിലും അടുക്കാൻ ആരുമില്ല. വിജ്ഞാനത്തിന്റെ പ്രതീകമായ അതേ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വൈജ്ഞാനികമായ സ്വീകരണം നൽകാനുള്ള നബിയാണ് ഇദ്രീസ് അലൈഹിസ്സലാം. അതാണ് വിദേശ രാജ്യത്തിന്റെ ഒരു പ്രതിനിധി വരുമ്പോൾ ഒരു ഭാഗത്ത് കലാകാരന്മാർ, ഒരു ഭാഗത്ത് സാഹിത്യകാരന്മാർ, മറുഭാഗത്ത് പണ്ഡിതന്മാർ, വേറൊരു ഭാഗത്ത് വ്യത്യസ്തങ്ങളായ ആവിഷ്കാരങ്ങൾക്ക് കഴിവുള്ളവർ എന്നിവരെ വിളിച്ചു നിർത്തുന്നത് പോലെ അല്ലാഹു തആല ആകാശമണ്ഡലങ്ങളിൽ വ്യത്യസ്തങ്ങളായ മേന്മകളുടെ അടിസ്ഥാനത്തിൽ അമ്പിയാക്കന്മാരെ നിർത്തിയിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോഴാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യത്ലൂ അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ. ലോകത്തിന് മുഴുവനും പരിജ്ഞാനങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന, തത്വജ്ഞാനങ്ങൾ പങ്കുവെച്ചു കൊടുക്കുന്ന ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു വൈജ്ഞാനിക സ്വീകരണത്തിന്റെ പ്രതിനിധിയാണ് നബിയുല്ലാഹി ഇദ്രീസ് അലൈഹിസ്സലാം. ഇനിയോ അടുത്ത ആകാശമണ്ഡലത്തിലേക്ക് വരാം. അഞ്ചാം സ്ഫിയറിൽ കാത്തു നിൽക്കുന്നതാരാണ്? വേറെ ആരുമല്ല, നബിയുല്ലാഹി ഹാറൂൻ അലൈഹിസ്സലാം. ഹാറൂൻ നബി അലൈഹിസ്സലാമിന്റെ വിശേഷം എന്താണ്? ഇമാമുൽ മസ്ജിദി വ മുസ്ലിഹുന്നാസ്. മഹാനരായ മൂസ അലൈഹിസ്സലാം ഏൽപ്പിച്ചിട്ട് പോയ ഇമാമാണ്. ജനങ്ങൾക്കിടയിൽ അഭിപ്രായാന്തരങ്ങൾ ഉണ്ടാകരുതെന്ന് കണിച്ചത് കാണിച്ച മഹാനാണ്. നല്ല മനോഹരമായ സംഭാഷണത്തിന്റെ ഉടമയാണ്. മഹാനരായ ഹാറൂൻ അലൈഹിസ്സലാം പ്രവാചകന്മാരിലെ പ്രഭാഷകനാണ്. ആ ഹാറൂൻ നബി അലൈഹിസ്സലാം നിൽക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഓരോ സംഭാഷണങ്ങളെ കുറിച്ചും നിവേദനങ്ങൾ എങ്ങനെയാണുള്ളത്? കഅന്ന അലാ റൂസിഹിമുത് ത്വയ്ർ. തലയുടെ മേലെ ഇരിക്കുന്ന ഒരു പറവ ഇളകരുതെന്ന് കരുതി ശ്രദ്ധയോടെ ഇരിക്കും പോലെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സിനെ മഹാന്മാരായ സ്വഹാബത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കൃത്യമായ വാചക പ്രയോഗത്തിലൂടെ കണിശമായ സംസാരം നടത്തിയ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വീകരിക്കാൻ പ്രഭാഷകനായ പ്രവാചകൻ ഹാറൂൻ അലൈഹിസ്സലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അറഫ പ്രഭാഷണം എന്നും പുതുമയോടുകൂടി ചർച്ച ചെയ്യുകയാണ്. ഇന്നും അതിനെക്കുറിച്ച് പുസ്തകങ്ങൾ വേറെ വേറെ വരുന്നു. ലോകം മുഴുവൻ ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നു. മനുഷ്യാവകാശ പ്രഖ്യാപനങ്ങൾ ലോകത്തെ മനുഷ്യാവകാശ സംഘടനകൾ നടത്തുന്നതിന് മുമ്പ് അടിസ്ഥാനപരമായി മനുഷ്യാവകാശ മൂല്യങ്ങളെ പ്രഖ്യാപിച്ച റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വഅലിഹി വസ്ഹബിഹി വസല്ലമ തങ്ങളാണ്. ആ തങ്ങളുടെ പ്രസംഗമോ തുല്യതയില്ലാത്ത പ്രസംഗമാണ്. അവിടുത്തെ ഓരോ ഖുതുബകളും ഒരു സമുദായത്തെ അല്ല, ലോകത്തെ മുഴുവനും മാറ്റുകയായിരുന്നു. 1.25 ലക്ഷം വരുന്ന സ്വഹാബത്തിനോട് ഒരു 5 മിനിറ്റത്തെ പ്രസംഗം കൊണ്ട് ലോകത്തിന്റെ ഭൂഖണ്ഡങ്ങളിലേക്ക് മുഴുവനും ആളെ എത്തിച്ച ഒരു പ്രഭാഷകനെ വേറെ ആരെയാണ് കാണാനുള്ളത്? കഴിഞ്ഞ ദിവസം നമ്മൾ ഉദ്ധരിച്ചു പോയി, ഇവിടെയുള്ളവർ ഇല്ലാത്തവർക്ക് എത്തിച്ചു കൊടുക്കണമെന്നൊരാഹ്വാനം. അത് കേട്ടപ്പോഴേക്ക് സ്വഹാബികൾ അവരുടെ വാഹനം ഏതു ദിക്കിലേക്കാണോ തിരിഞ്ഞു നിന്നത് അവിടേക്കങ്ങ് പോയി. ഒരു പ്രസംഗത്തിനുണ്ടോ ഇത്രയും വലിയ സ്വാധീനം? ഒരു സംഭാഷണത്തിനുണ്ടോ ഇത്രയും വലിയ ശക്തി? അവരെ എല്ലാം വിട്ടുകൊണ്ട് ഒരു ഗ്രാമത്തിൽ നിന്ന് മറ്റൊരു ഗ്രാമത്തിലേക്കല്ല, ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്കല്ല,
ഭൂഖണ്ഡങ്ങൾ കടന്നുകൊണ്ട് വന്നുപോയി. അങ്ങനെയാണ് സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു യോങ്ഷോയിലെത്തിയത്. അങ്ങനെയാണ് മഹാനായ അബൂ അയ്യൂബ് അൽ അൻസാരി തങ്ങൾ ഇസ്താംബൂളിലെത്തിയത്. അങ്ങനെയാണ് സ്വഹാബികളുടെ മക്കൾ, ഇന്ത്യ മഹാരാജ്യത്ത് തന്നെ സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ മക്കളുണ്ട്, ഉമറുൽ ഫാറൂഖ് തങ്ങളുടെ മക്കളുണ്ട്, ഹബീബായ തങ്ങളുടെ പേരമക്കൾ എത്രയോ ആളുകളുണ്ട്. അവരെല്ലാവരും നമ്മുടെ രാജ്യത്തേക്ക്, ലോകത്തിന്റെ ദേശങ്ങളിലേക്ക് മുഴുവനും വ്യത്യസ്ത ദേശങ്ങളിലേക്ക് എത്തിപ്പെട്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു പ്രസംഗത്തിന്റെ ശക്തിയാണ്, ഒരു പ്രഖ്യാപനത്തിന്റെ ഊർജമാണ്. അവിടെയാണ് നബിയുല്ലാഹി ഹാറൂൻ അലൈഹിസ്സലാം മൂസാ നബിയുടെ കൂടെ ഫറോവയുടെ മുമ്പിൽ സംഭാഷണത്തിന് നിയോഗിച്ച നബിയാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വീകരിക്കാൻ വന്നു നിൽക്കുന്നു. ഇനിയോ ആറാമത്തെ ആകാശമണ്ഡലത്തിൽ ആരാണുള്ളത്? കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാമാണ്. ആ മൂസാ നബി അലൈഹിസ്സലാമിന്റെ വിശേഷങ്ങൾ എത്രയാണ്? സ്വാഹിബുശ് ശരീഅ, വ്യവസ്ഥാപിതമായ ശരീഅത്ത് അവതരിപ്പിച്ച പ്രവാചകരാണ്. ഹിജ്റ പോയ പ്രവാചകനാണ്. പ്രതിസന്ധികൾ അതിജീവിച്ച പ്രവാചകരാണ്. ശത്രുപാളയത്തിന്റെ നടുവിലൂടെ കടന്ന് പരദേശത്തേക്ക് പോയ പ്രവാചകരാണ്. സ്വയം ദൈവമാണെന്ന് വാദിച്ച ദുഷ്ടശക്തികളെ പരാജയപ്പെടുത്തിയ പ്രവാചകരാണ്. മൂസാ അലൈഹിസ്സലാം ഏറെ വിശേഷണങ്ങളുള്ള നബിയാണ്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നിസ്കാരത്തിന്റെ കൽപ്പന വന്നപ്പോൾ മൂസാ നബി അലൈഹിസ്സലാം ഇടപെട്ടത് പ്രാക്ടിക്കലായി ഒരു ജനതയെ നയിച്ചതിന്റെ എക്സ്പീരിയൻസ് വെച്ചുകൊണ്ടായിരുന്നു എന്ന് ഹദീസ് വ്യാഖ്യാതാക്കൾ നമ്മളോട് പറഞ്ഞു തന്നില്ലേ? സ്വാഹിബുശ് ശരീഅ. അങ്ങനെയുള്ള മൂസാ നബി അലൈഹിസ്സലാം ആറാൻ ആകാശമണ്ഡലത്തിൽ കാത്തുനിന്നു. മൂസാ നബിയുടെ ജീവിതത്തിന്റെ സന്ദേശങ്ങളെ എന്തെല്ലാമാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രബോധന ജീവിതത്തിൽ ഏറ്റെടുക്കാനുള്ളത്? അതിന് പറ്റുന്ന അത്യുന്നതരായ വ്യക്തിയാണ് അവിടെ നിർത്തിയത്. ആ ഏഴാൻ ആകാശമണ്ഡലത്തിൽ ചെല്ലുമ്പോൾ അവിടെയുള്ള നബിയാരാണ്? ഖലീലുല്ലാഹി ഇബ്രാഹീം അലൈഹിസ്സലാമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എപ്പോഴും ഓർത്ത് ചേർത്ത് പറയുന്ന ചര്യയുടെ ഉടമയാണ് മില്ലത്തു ഇബ്രാഹീം. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചു വീണ മക്കയുടെ ഓർമ്മ പദങ്ങൾ എത്തിച്ചേർന്നു നിൽക്കുന്നത് അവിടുത്തെ ജദ്ദാകുന്ന ഇബ്രാഹീം നബി അലൈഹിസ്സലാമിലേക്കാണ്. അങ്ങനെയുള്ള ഇബ്രാഹീം നബി അലൈഹിസ്സലാം ബൈത്തുൽ മഅമൂറിൽ ഇരിക്കുമ്പോൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അതിനേക്കാൾ മികച്ച പദവി അല്ലാഹു തആല വെച്ചിട്ടുണ്ട്. അസാ അൻ യബ്അസക റബ്ബുക മഖാമൻ മഹ്മൂദാ. മഖാമും മഹ്മൂദ് ഒരുക്കി വെച്ചിട്ടുള്ള മുത്തുനബി തങ്ങൾ ബൈത്തുൽ മഅമൂറിന്റെ നേതാവായ ഇബ്രാഹീം നബി അലൈഹിസ്സലാമിനെ കാണുന്നു. പ്രിയമുള്ളവരെ, ഈ 7 അമ്പിയാക്കന്മാരെ ദാർശനികമായി അവതരിപ്പിച്ച മഹാന്മാരുണ്ട്. ആ ഒരു വായനയിലേക്ക് ഇപ്പോൾ ഞാൻ പോകുന്നില്ല. ഇബ്രാഹീം നബി അലൈഹിസ്സലാമിന്റെ ഖുല്ലത്തിന്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് വായിക്കേണ്ടത്? മൂസാ നബി അലൈഹിസ്സലാം കലീമുല്ലാഹി എന്ന നിലയിൽ എങ്ങനെയാണ് വായിക്കേണ്ടത്? ഹാറൂൻ നബി അലൈഹിസ്സലാം മുസാഇദായി മൂസാ നബി അലൈഹിസ്സലാമിന്റെ കൂടെ പോയതല്ലേ?
അപ്പോൾ എങ്ങനെയാണ് വായിക്കേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉലകത്തിനു നൽകിയ ദാർശനിക കാഴ്ചപ്പാടുകളുടെ വലിയ മണ്ഡലങ്ങളെയാണ് ഓരോ പ്രവാചകന്മാരും ഏറ്റെടുത്തിട്ടുള്ള സന്ദേശം. ഇങ്ങനെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ 7 അമ്പിയാക്കന്മാര് 8 അമ്പിയാക്കന്മാരുടെയും ഗുണങ്ങൾ ഇത് മുഴുവനും ഒരുമിച്ച് മേളിച്ചപ്പോഴാണ് ഫദനൗത ഔ അദ്നാ വനിൽത അമീമാ. ഓരോ കാലഘട്ടത്തെയും നയിച്ച പ്രവാചകന്മാർ, ആ എല്ലാ പ്രവാചകന്മാരുടെയും ഗുണഗണങ്ങളെ മൂസാ നബി അലൈഹിസ്സലാമിന്റെ ധൈര്യവും ഈസാ നബി അലൈഹിസ്സലാമിന്റെ പരിത്യാഗവും ഇദ്രീസ് നബി അലൈഹിസ്സലാമിന്റെ പരിജ്ഞാനവും അങ്ങനെ ഓരോരോ പ്രവാചകന്മാരുടെ മികവുകളും എല്ലാം ഒത്തുചേർന്നപ്പോഴാണ് അഫ്ളലുൽ ഖൽഖായ മുഹമ്മദുർ റസൂലുള്ളാഹ് ദാമത്ത് ലദൈനാ ഫഫാഖത് കുല്ല മുഅ്ജിസതി മിനൻ നബിയ്യിന ഇദ് ജാഅത് വലം തദുമീ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്ത് ദാമത്ത് ലദൈനാ നമ്മളിൽ അനന്തമായി നിൽക്കുകയാണ്. ഒടുങ്ങിപ്പോയ ഒരു തെളിവല്ല, അവസാനിച്ചു പോയ ഒരു പ്രമാണമല്ല, അസ്തമിച്ചു പോയ ഒരു രേഖയല്ല, അസ്തമാനത്തിന് വഴിപ്പെട്ടുകൊടുത്ത ഒരു പ്രമാണമല്ല, എന്നേക്കുമായി നിലകൊള്ളുന്ന ഒരു പ്രമാണമാണ്. അതേ സമയത്ത് മുൻകഴിഞ്ഞു പോയ അമ്പിയാക്കന്മാരുടെ മുഅ്ജിസത്തുകൾ അതത് കാലങ്ങളിൽ ദേശങ്ങളിൽ സംബോധിതരിൽ ജനങ്ങളിൽ വന്ന് അന്നത്തെ ജനങ്ങൾ സാക്ഷിയായി മറഞ്ഞുപോയതാണ്. മഹാനരായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള മഹാന്മാർ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്തിനെ വായിക്കുമ്പോൾ പറയുന്ന ചില പരാമർശങ്ങളുണ്ട്. ആരാണ് ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു? ആർക്കും പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ടതില്ല. മഹാനരായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു ആലിമു ഖുറൈശിൻ യംലഉ തിബാഖൽ അർളി ഇൽമാ. ലോകമണ്ഡലങ്ങൾ മുഴുവനും വിജ്ഞാനം കൊണ്ട് നിറച്ച അറിവിന്റെ അത്ഭുതമായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു 3 രാത്രിയിൽ പലപ്രാവശ്യം ഖുർആൻ ആവർത്തിച്ച് തുടക്കം മുതൽ ഒടുക്കം വരെ ശാഫിഈ ഇമാം തങ്ങൾ പാരായണം ചെയ്തു. എന്താണ് കാരണം? മുസ്ലിം ലോകത്തിന്റെ ഏകോപനം ഇജ്മാഅ് തെളിവാണെന്നതിന് ഖുർആനിൽ ഏത് സൂക്തമാണ് തെളിവെന്ന മഹാനരായ ഇമാമുന ശാഫിഈ തങ്ങളോട് ഒരു വയോധികൻ വന്ന് ചോദിച്ചു. പിന്നീട് മനസ്സിലായി അത് നബിയുല്ലാഹി ഖളിർ അലൈഹിസ്സലാമായിരുന്നു എന്ന്. 3 ദിവസം ഞാൻ നിങ്ങൾക്ക് വേണ്ടി തരുന്നു, 3-ാമത്തെ ദിവസം മധ്യാഹ്നത്തിനു ശേഷം ഇവിടെ ഞാൻ വരും, അപ്പോഴേക്ക് പറഞ്ഞിരിക്കണം എന്നാണ് കൽപ്പന. ശാഫിഈ ഇമാം തങ്ങൾ റൂമടച്ചിരുന്നു. അവിടെ ഇരുന്ന് ഓരോ ദിവസവും പല പ്രാവശ്യം ഖുർആൻ തുടർച്ചയായി പൂർണ്ണമായി പാരായണം ചെയ്തു. എന്നിട്ട് മഹാനരായ ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹു കൃത്യസമയത്ത് വന്നു. അപ്പോൾ മഹാനരായ ശാഫിഈ ഇമാം തങ്ങളോട് ആ വയോധികൻ ചോദിച്ചു, വല്ല തെളിവും കിട്ടിയോ? അതേ, കിട്ടിയിട്ടുണ്ട്. അതെന്താണ്? വമൻ യത്തബിഅ ഗൈറ സബീലിൽ മുഅ്മിനീൻ നുവല്ലിഹി മാ തവല്ല വനുസ്ലിഹി ജഹന്നം വസാഅത് മസീറാ. ഈ ആയത്താണ് ഇജ്മാഇന്റെ മുസ്ലിം ലോകത്തിന്റെ ഏകോപനം തെളിവാണെന്നതിന്റെ തെളിവ് ഇതാണ് എന്ന് ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുമ്പോൾ ഖളിർ അലൈഹിസ്സലാം ആശീർവദിച്ചു പോവുകയാണ്. അങ്ങനെ ഓരോരോ മസ്അല വരുമ്പോഴും ഖുർആൻ അടിമുടി പരിശോധിച്ചിരുന്ന മഹാനായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് വരട്ടെ. വഖദ് അഖറജ ഇബ്നു അബീ ഹാത്തം ഫീ കിതാബി ആദാബി ശാഫിഈ.
ഷാഫിഈ ഇമാം റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചുള്ള ഗ്രന്ഥത്തിൽ മഹാനരായ അബൂ ഹാത്തം എന്നവർ പറയുക, ഇബ്നു അബീ ഹാത്തം പറയുകയാണ്, അൻ അംർ ഇബ്നു സവാദ് എന്നവരിൽ നിന്ന് നിവേദനം ചെയ്യുകയാണ്, ഖാല ലി അശ്ശാഫിഈ, ഷാഫിഈ ഇമാം റളിയല്ലാഹു അൻഹു എന്നോട് പറഞ്ഞു, മാ അഅതല്ലാഹു നബിയൻ മാ അഅതാ മുഹമ്മദാ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഷാഫിഈ ഇമാം റളിയല്ലാഹു അൻഹു പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകിയതുപോലെയുള്ള അത്ഭുതങ്ങൾ, മുഅ്ജിസാത്തുകൾ അല്ലാഹു തആല വേറെ ആർക്കും നൽകിയിട്ടില്ല. അഅതാ ഈസാ, ഈസാ അലൈഹിസ്സലാമിനെ അല്ലാഹു തആല നൽകി ഇഹ്യാ അൽ മൗതാ, മരിച്ചവരെ ജീവിപ്പിക്കാനുള്ള മുഅ്ജിസത്ത് ഈസാ അലൈഹിസ്സലാമിന് നൽകി. വഅതാ മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ, തത്തുല്യമായി നബി തങ്ങൾക്ക് എന്താണ് നൽകിയിട്ടുള്ളത്? ഹനീനൽ ജസഇല്ലദീ കാന യഖിഫു യഖ്തുബു, ഹബീബായ സല്ലല്ലാഹു അലൈഹി വഅലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയത് ഹനീനുൽ ജസഇ, ഈത്തപ്പന കഷ്ണത്തിന്റെ തേങ്ങലാണ്. ഈത്തപ്പന കഷ്ണത്തിന്റെ തേങ്ങലാണ്. എന്നിട്ട് മഹാനവറുകളെ പറയാണ്, ഈ സംഭവം ഇമാം നസായി ഉദ്ധരിച്ചിട്ടുണ്ട്. ഈ സംഭവം ഉദ്ധരിച്ച പ്രമുഖരുടെ ലിസ്റ്റ് തന്നെ സീറയുടെ പണ്ഡിതന്മാര് വേറെ എഴുതിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയത്, ഈസാ അലൈഹിസ്സലാം മരിച്ചവരെ ജീവിപ്പിച്ചില്ലേ, അതിനേക്കാൾ വലിയൊരു അത്ഭുതമാണ്. കാരണം ജീവനുള്ള ഒരു മനുഷ്യൻ മരിച്ചപ്പോൾ തിരിച്ചാ ജീവൻ നൽകിയതാണോ അത്ഭുതം? ജീവൻ തീരെയില്ലാത്ത വസ്തുവിൽ ജീവൻ നൽകിയതാണോ അത്ഭുതം? അതാണ് മഹാന്മാര് വിശദീകരിക്കുന്നത്. ഇന്നൽ മുറാദ ബി ഇഹ്യാഇൽ മൗതാ ഇആദത്തുൽ ഹയാതി ഇലാ അജ്സാമിൽ മൗതാ അല്ലതി കാനത് മൗജൂദതൻ ഫീഹാ ഖബൽ. നേരത്തെ ജീവനുണ്ടായിരുന്ന വസ്തുക്കൾ തൽക്കാലം ഒന്ന് പോയപ്പോൾ തിരിച്ചു നൽകിയതല്ലേ ഈസാ നബി അലൈഹിസ്സലാമിന്റെ മുഅ്ജിസത്ത്. എന്നാൽ ബുകാഉൻ നഖ്ലി ഫഇന്നഹു അഅജബ്, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി ഈത്തപ്പന മരം കരഞ്ഞത് അതിനേക്കാൾ അത്ഭുതമാണ്. കാരണം എന്താണ്? ലിഅന്നഹു ഇബാറത്തുൻ അൻ ഹുദൂസി സിഫത്തിൻ ഇൻസാനിയത്തിൻ ഫീ ജിസ്മിൻ നബാതിയിൻ, ഒരു സസ്യവസ്തുവിൽ മാനുഷികമായ ഭാവമല്ലേ നൽകിയത്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്ത് കൊണ്ട് അടിസ്ഥാനപരമായി ജീവനില്ലാതിരുന്ന ഒരു സസ്യത്തിലല്ലേ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്ത് കൊണ്ട് ജീവൻ ഉണ്ടാകുന്നു. വലൈസത് ഹാദിഹി സിഫത്തു ഇബാറത്തുൻ അൻ മുജറദിൽ ബുകാഇ വൽ ഇർതിആദി വൽ ഇർതിആശി ബൽ ഫീഹാ ഇഹ്സാസുൻ വശഊറുൻ ബിഫിറാഖിൽ ഹബീബി വഫഖദാനിശ് ശറഫി. ഹബീബായ സല്ലല്ലാഹു അലൈഹി വഅലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി ഈത്തപ്പന മരം വെറുതെ ഒന്ന് ഇളകിയതല്ല, വെറുതെ ഒന്ന് വിറച്ചതല്ല, ഒന്ന് പ്രകമ്പനം കൊണ്ടതല്ല. ഒരു മനുഷ്യനുണ്ടാകുന്ന വികാരങ്ങളെ പോലെയുള്ള വികാരങ്ങളോട് ഹബീബായ തങ്ങളോട് അത് പ്രതികരിച്ചില്ലേ. ബിഫിറാഖിൽ ഹബീബി വഫഖദാനിശ് ശറഫി, ഹബീബായ തങ്ങൾ ചാരി നിന്നപ്പോൾ കിട്ടിയ മഹത്വത്തെയും മുത്തുനബി തങ്ങളോടുള്ള സ്നേഹത്തെയും അടയാളപ്പെടുത്തുന്നതായിരുന്നില്ലേ. ഏതുപോലെ ലൗനം മിനൽ ഇശ്ഖി വൽ ഹുബ്ബി, അതാ അനുരാഗത്തിന്റെയും ഇഷ്ടത്തിന്റെയും എല്ലാം അടിസ്ഥാനം ജീവനില്ലാത്ത ആ വസ്തുവിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്ജിസത്ത് കൊണ്ട് നൽകിയില്ലേ. ഇനി ഒന്നുകൂടി പറയാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ സംഭവത്തിന്റെ അടിക്കുറിപ്പ് എഴുതുകയാണ്. അന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ അമറ ബിദഫ്നി ഹാദിഹിൻ നഖ്ല ലിഅന്നഹാ സാറത് മൽഹറൻ ലിസ്സിഫാത്തിൽ ഇൻസാനിയ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആ മരത്തെ മറമാടാൻ പറഞ്ഞു. മാനുഷികമായ ഭാവം അടയാളപ്പെടുത്തിയതുകൊണ്ട്
അതിനെ മറമാടാൻ പറഞ്ഞു. ഇത്രമേൽ ആശ്ചര്യം. അതുകൊണ്ടാണ് ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഇത്രമേൽ യോജിപ്പുള്ളതായി മാറുന്നത് എന്ന്. ഇമാമുന ശാഫിഈ തങ്ങളുടെ ഉദ്ധരണി എഴുതിയതിനു ശേഷം സീറയുടെ എഴുത്തുകാർ അനുബന്ധം എഴുതുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇഹ്യാഉൽ മൗത എന്ന ഈസാ നബി അലൈഹിസ്സലാമിന്റെ അഥവാ മരിച്ചവരെ ജീവിപ്പിക്കുക എന്ന മുഅ്ജിസത്തിൽ നിന്ന് അത്ഭുതമായ മുഅ്ജിസത്താണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകിയത് ഹനീനുൽ ജസഈ. ഈ തപ്പന മരത്തിന്റെ കഷ്ണം കുട്ടികൾ കരയും പോലെ കരയുന്നു. ഇത് സംബന്ധമായി ഒരുപാട് ഉദാഹരണങ്ങൾ പറയാനുണ്ട്. മഹാന്മാരിതിനെ ആസ്വദിച്ചു. ഹസൻ അൽ ബസരി തങ്ങളെ പോലെയുള്ളവർ. പിൽക്കാല മുഹിബ്ബീങ്ങൾ ആരും ഇത് ഉദ്ധരിക്കാതെ പോയില്ല. ഈ സംഭവത്തിന്റെ അടിസ്ഥാനം ഇമാം ബുഖാരി അവിടുത്തെ ജാമിഇൽ ഉദ്ധരിച്ചതല്ലേ. ഇത്രമേൽ വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ നിൽക്കുമ്പോൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്തിനെ വായിക്കുന്നവരെ ദാമത് ലദൈനാ ഫഫാഖത് കുല്ല മുഅ്ജിസതി മിനൻ നബീന ഇദ് ജാഅത് വലം തദുമീ. മുഹക്കമാതും ഫമാ തുബ്ഖീന മിൻ ശുബഹി ലിദി ശിഖാഖിൻ വമാ തബ്ഗീന മിൻ ഹികമി. ഈ വരി എവിടുന്ന് എങ്ങനെ പറഞ്ഞു തുടങ്ങണമെന്ന് പിടുത്തം കിട്ടാത്ത വരിയാണ്. മുഹക്കമാതുൻ, പരിശുദ്ധമായ ഖുർആൻ ലോകത്തിന്റെ മുമ്പിൽ പ്രഖ്യാപിച്ച നിയമങ്ങൾ. ഒരു വേദം ലോകത്തോട് സംവദിക്കുന്ന നിയമങ്ങളുടെ വ്യാപ്തി അത് വീണ്ടും വീണ്ടും ഗവേഷണങ്ങൾക്ക് വിധേയമാകുന്നു. പരിശുദ്ധമായ ഖുർആനിന്റെ സൂക്തങ്ങളെ ഏത് വിധേന വ്യാഖ്യാനിച്ച് ഏത് മാനദണ്ഡത്തിലൂടെ വിശദീകരിച്ച് ഏതർത്ഥത്തിൽ മതവിധികളെ നിർദ്ധാരണം ചെയ്യണം, ഇതൊരു കൃത്യമായ റൂട്ട് ലോകത്ത് നിലനിൽക്കുന്നു. വേറെ ഏതെങ്കിലും വേദങ്ങൾക്ക് അതിൻ്റെ വ്യാഖ്യാന രീതികളെ നിർണയിക്കുന്ന നിദാനശാസ്ത്രങ്ങളുണ്ടോ? പിടിച്ചു നോക്കട്ടെ. വേറെ ഏതെങ്കിലും വേദങ്ങൾക്ക് കൃത്യമായ ഒരു നിദാനശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ അത് പഠിക്കേണ്ടതുണ്ടോ? ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു അൽഹംദുലില്ലാഹ് പല പ്രാവശ്യവും നമ്മുടെ ഈ ചർച്ചയിൽ കടന്നു വന്നു. മഹാനരായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ അർ-റിസാല എന്ന് പറയുന്ന ഗ്രന്ഥം എങ്ങനെയാണ് ഖുർആനിൽ നിന്ന് പ്രമാണങ്ങളെ നിർദ്ധാരണം ചെയ്യേണ്ടത്, വിധികളെ കണ്ടെത്തേണ്ടത് എല്ലാം വിശദീകരിക്കുന്ന അടിസ്ഥാന ഗ്രന്ഥമാണ്. അവ്വലു മൻ ദവ്വനൽ ഉസൂൽ, ആദ്യമായി ലോകത്ത് വ്യവസ്ഥാപിതമായ നിദാനം രേഖപ്പെടുത്തിയെന്ന് മാത്രമല്ല, മാ റഫഅ അഹദുൻ ഖലമൻ ഇല്ലാ വലഹു ദിമ്മത്തുൽ ലിൽ ശാഫിഈ, ലോകത്തെ പേനയെടുത്ത മുഴുവൻ ആളുകൾക്കും ശാഫിഈ ഇമാം തങ്ങളോട് കടപ്പാടുണ്ട്. ആ വിധത്തിൽ ഖുർആനിലെ ഒരായത്തങ്ങ് പാരായണം ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് എന്തെല്ലാമുള്ള ചർച്ചയാണ് വരുന്നത്. ഇത് മക്കിയാണോ മദനിയാണോ? ഈ സൂക്തം മക്കയിലാണോ അവതരിച്ചത്, മദീനയിലാണോ അവതരിച്ചത്? ഖുർആനിന്റെ ഒരു സൂക്തത്തെക്കുറിച്ചുള്ളൊരു ചർച്ചയാണ്. മക്കിയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്കൻ ടൈം അത് തൗഹീദിന്റെ പ്രഖ്യാപനങ്ങളുടെ സമയമാണ്, അടിസ്ഥാന വിശ്വാസ കാര്യങ്ങളുടെ കാലമാണത്. മദനിയാണെങ്കിൽ അനുഷ്ഠാന നിയമങ്ങളുടെ കാലമാണത്. മക്കിയാണോ മദനിയാണോ? ഈ സൂക്തം മക്കയിലാണോ അവതരിച്ചത്, മദീനയിലാണോ? അടുത്ത ഒരു ചോദ്യം, ഹാദാ ഹദരിയുൻ അം സഫരീ, ഇത് യാത്രയിലാണോ അവതരിച്ചത്, അതല്ല അല്ലാത്തപ്പോഴാണോ അവതരിച്ചത്? പിന്നീടുള്ള ചോദ്യമാണ്, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിറങ്ങിയ
ഖുർആനിക സൂക്തങ്ങളെ മുമ്പിൽ വെക്കുമ്പോൾ ഇത് ഏതെങ്കിലും ഒരു സൂക്തത്തിന്റെ നാസിഖാണോ അതല്ല മറ്റേതെങ്കിലും സൂക്തങ്ങളാൽ മൻസൂഖാണോ എന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ നവീകരിച്ചുകൊണ്ടുള്ള പിന്നീട് നിയമം വന്നത് വല്ലതും പറയാനുണ്ടോ? വലാ തഖറബുസ്സലാത വഅൻതും സുകാറാ, നിങ്ങൾ മദ്യപന്മാരായി നിങ്ങൾ നിസ്കാരത്തിലേക്ക് അടുക്കാൻ പാടില്ല. ഈ ഒരായത്തങ്ങോട്ട് പാരായണം ചെയ്യുമ്പോൾ ഇതിനേക്കാൾ നവീകരിച്ച നിയമമുള്ള മറ്റൊരു സൂക്തം ഖുർആനിൽ വേറെയുണ്ടോ? അതേ, ഉണ്ടല്ലോ. ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താൻ ഫജ്തനിബൂ. ഖുർആനിൽ വന്നിട്ടുണ്ടല്ലോ ഇതിനേക്കാൾ നവീകരിച്ച നിയമത്തോടെയുള്ള സൂക്തമുണ്ട്. ഒരു സൂക്തം ഒരാൾ ഖുർആനിൻ്റെതായി അവതരിപ്പിക്കുമ്പോൾ അതല്ല ഇതിന്റെ പാരായണം കൃത്യമായി ഇങ്ങനെ തന്നെയാണോ, പാരായണത്തിൽ വല്ല നവീകരണങ്ങളും വന്നിട്ടുണ്ടോ? ഇങ്ങനെ ഓരോരോ മാനദണ്ഡങ്ങൾ മുമ്പിൽ വെക്കുമ്പോൾ ഖുർആനിലെ ഒരു സൂക്തമല്ല, ഒരു പദത്തിന്റെ പ്രയോഗത്തിന്റെ സാധ്യതകളെ മുഴുവനും പഠിക്കുകയാണ്. സാധ്യതകളെ മുഴുവനും പഠിക്കുമ്പോൾ മഹാനായ സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറഞ്ഞതുപോലെ സുഫിയാനു സൗരി തങ്ങളുടെ ഭാഷയിലാണ് ഖുർആൻ ഇറങ്ങിയതെന്ന് തോന്നിപ്പോകും മഹാനവറുകളെ വിശദീകരിക്കുന്നത് കണ്ടാൽ. ബഹുമാനപ്പെട്ട മുജ്തഹിദുകളിൽപ്പെട്ട ഒരു വലിയ പണ്ഡിതനാണ് ഇമാമുന ശാഫിഈ തങ്ങളെപ്പോലെ, അബൂ ഹനീഫ ഇമാം തങ്ങളെപ്പോലെ, ഇമാം മാലിക് ബിൻ അനസ് തങ്ങളെപ്പോലെ, അഹ്മദ് ബിൻ ഹംബൽ ശൈബാനിയെപ്പോലെ ഖുർആനിൽ നിന്ന് നേരിട്ട് മതവിധികളെ മനസ്സിലാക്കാൻ യോഗ്യതയുള്ള നിരുപാധിക മുജ്തഹിദുകളുടെ ഇമാമാണ് സുഫിയാൻ ബിൻ ഉയൈന, സുഫിയാനു സൗരി. അവരെല്ലാം അവരുടെ ഭാഷാവിജ്ഞാനം ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു സൂക്തം കിട്ടിയാൽ അറബ് ലോകത്ത് ഏതെല്ലാം സാധ്യതകളിൽ ഈ ഒരു പദം പ്രയോഗിക്കാം, ആ സാധ്യതകളിൽ നിന്നെല്ലാം ഇതിന് ഏതൊക്കെ വ്യാഖ്യാനമാണ് ലഭിക്കാനുള്ളത്. അതാണ് ബൂസീരി ഇമാം റളിയല്ലാഹു അൻഹു അടുത്ത വരിയിൽ പറയുന്നുണ്ട്, റദ്ദത്ത് ബലാഗതുഹാ ദഅവാ മുആരിളിഹാ رد الغيور يد الجاني عن الحرمي ردت بلاغتها دعوى معارضها. ഖുർആനിന്റെ സാഹിത്യ അഭിവൃദ്ധി അത് സ്വയം തന്നെ പ്രതിരോധിക്കും. ദഅവാ മുആരിളിഹാ, ഖുർആനിനെ എതിർക്കാൻ വരുന്നവരുടെ വാദങ്ങളെ സ്വയം അത് പ്രതിരോധിക്കും. റദ്ദൽ ഗയൂരി യദൽ ജാനി അനിൽ ഹുറുമി, കരുത്തനും കുലീനനുമായ ഒരു ഭർത്താവ് തന്റെ സുന്ദരിയായ ഭാര്യയെ സംരക്ഷിക്കുന്നത് പോലെ, തന്റെ ഉത്തരവാദിത്തപ്പെട്ട ഭാര്യയെ വേറെ ആരും തെറ്റായി നോക്കാതെ, കടന്നു പിടിക്കാതെ, ആക്രമിക്കാതെ എത്ര സമർത്ഥമായിട്ടാണോ ഒരു ഭർത്താവ് പരിരക്ഷിക്കുക എന്നതുപോലെ ഖുർആനിന്റെ സാഹിത്യ മികവ് സ്വന്തം തന്നെ പ്രതിരോധിക്കുകയാണ്. റദ്ദത്ത് ബലാഗതുഹാ ദഅവാ മുആരിളിഹാ റദ്ദൽ ഗയൂരി യദൽ ജാനി അനിൽ ഹുറമി. മൗലായ അപ്പോൾ പരിശുദ്ധമായ ഖുർആൻ അതിന്റെ വ്യാഖ്യാന തലങ്ങളിലേക്ക് നോക്കിയാൽ ലോകത്തിന് മുമ്പിൽ വെച്ച വിധി നിയമങ്ങൾ മുഹക്കമാത്തുൻ, ഖുർആനിനെ ഉപജീവിച്ചുകൊണ്ട് ലോകത്ത് നിയമം വന്നതുപോലെ വേറെ ഒരു മതത്തിലും നിയമങ്ങൾ ഇല്ല. ഇസ്ലാമിന് ഏത് മേഖലയിലാണ് നിയമമില്ലാത്തത്? എല്ലാ മേഖലയിലും നിയമമുണ്ട്. മനുഷ്യന്റെ വ്യവഹാര മേഖലകളിലെല്ലാം, സാമ്പത്തിക മേഖലയിൽ നിയമമുണ്ട്. അവനെങ്ങനെയാണ് സമ്പത്തിനെ ആർജിക്കേണ്ടത്? നിയമമുണ്ട്. ഒരാൾ ചെയ്യുന്ന നിത്യവൃത്തികളിൽ ഏറ്റവും ഉന്നതമായതേത്? കച്ചവടം, കൃഷി, മറ്റു ജോലികൾ, ഉപജീവനങ്ങൾ.
ഇതിനെക്കുറിച്ചെല്ലാം നിയമമുണ്ട്. സാമ്പത്തിക സമാഹരണം എങ്ങനെയാണ് നടത്തേണ്ടത്, സാമ്പത്തിക വ്യവഹാരം എങ്ങനെയാണ് നടത്തേണ്ടത്, ഒരാൾ മരിച്ചാൽ പരേതന്റെ സ്വത്ത് എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്, കൃത്യമായ നിയമം ഇസ്ലാം ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കുന്നു. മുഹക്കമാത്തുൻ, ഒരാൾ മരിച്ചാൽ ആ പരേതന്റെ സ്വത്ത് എങ്ങനെ കൈകാര്യം ചെയ്യണം, ആൺമക്കൾക്ക് എത്ര കൊടുക്കണം, പെൺമക്കൾക്ക് എത്ര കൊടുക്കണം, പേരക്കുട്ടികൾക്ക് കൊടുക്കണോ വേണ്ടേ, മക്കളില്ലെങ്കിൽ പേരക്കുട്ടികൾക്ക് വേണോ വേണ്ടേ, ഉമ്മക്കെത്രയാണ് കൊടുക്കേണ്ടത്, ഉപ്പക്കെത്രയാണ് കൊടുക്കേണ്ടത്, അങ്ങനെ ഓരോന്നിനും വ്യക്തമായ നിയമം. കൃത്യമായി നമ്മുടെ നാട്ടിൽ അത്തരം നിയമങ്ങളെ ആളുകൾ അന്വേഷിക്കുന്നില്ല. അതാണ് പ്രശ്നം. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ ആകെയുള്ള ആസ്തിയിൽ നിന്ന് എത്ര ശതമാനമാണ് ഓരോരോ അവകാശികൾക്കും നൽകേണ്ടത്. ഒരാൾ മരിച്ചാൽ അയാളുടെ സ്വത്ത് ഭാഗം വെക്കുന്നതിന് മുമ്പ് എന്താണ് ആലോചിക്കേണ്ടത്? അയാളുടെ കടങ്ങളെ ആലോചിക്കണം, അയാളുടെ സക്കാത്തിനെ കുറിച്ച് ആലോചിക്കണം, അയാൾ നിർബന്ധമായ ഹജ്ജ് പോലെയുള്ള കർമ്മങ്ങൾ ചെയ്യേണ്ട ആളാണോ എന്ന് ആലോചിക്കണം. അതുമാത്രമല്ല, അയാളുടെ വസിയ്യത്തിനെ കുറിച്ച് ആലോചിക്കണം. ഇതെല്ലാം ആലോചിച്ച് അതിനൊക്കെയുള്ള പരിഹാരത്തിന് ശേഷമാണ് അയാളുടെ സ്വത്ത് വിഹിതം വെക്കാൻ പാടുള്ളൂ. ആ വിഹിതം വെക്കുമ്പോൾ ഏതനുപാതത്തിൽ ആർക്കെല്ലാം കൊടുക്കണം, കൃത്യമായ നിയമമുണ്ട്. നിങ്ങൾ നോക്കൂ, ഇന്ത്യൻ കോടതിയിൽ ഇസ്ലാമിന്റെ നിയമത്തിനെതിരെ മാത്രമാണല്ലോ ഇടയ്ക്കിടയ്ക്കൊക്കെ പ്രശ്നം വരാറുള്ളത്. എന്തുകൊണ്ടാണ്? ഇസ്ലാമിന് മാത്രമേ ഉള്ളൂ വ്യവസ്ഥാപിതമായ നിയമം. അതുകൊണ്ടാണ് ഇവിടെ പ്രശ്നങ്ങൾ. എന്തുകൊണ്ടാണ് ഇന്ത്യൻ കോടതിയിൽ മുസ്ലിം സ്ത്രീകളുടെ മോചനത്തിന് എന്ന് പറഞ്ഞുകൊണ്ട് ചില ആളുകൾ മുന്നോട്ട് വരുന്നത്? ഇസ്ലാമിന് വ്യക്തമായ വിവാഹ നിയമമുണ്ട്, വിവാഹമോചന നിയമമുണ്ട്, വിവാഹാനന്തരമുള്ള ചെലവുകളെ കുറിച്ച് നിയമമുണ്ട്, സ്വത്തുകളുടെ വ്യവഹാരങ്ങൾ ക്രയവിക്രയങ്ങളെ കുറിച്ച് നിയമമുണ്ട്. നിയമമുള്ള ഒരു വ്യവസ്ഥിതിയോടല്ലേ കലഹിക്കാൻ കഴിയൂ? നിയമമില്ലാത്തവർക്ക് എങ്ങനെയും ആകാമല്ലോ. അങ്ങനെ ഇസ്ലാമിന് കൃത്യമായ നിയമവ്യവസ്ഥിതി സാമ്പത്തികമായ മേഖലയിൽ, വൈവാഹിക മേഖലയിൽ, രാഷ്ട്രഭരണത്തിന്റെ രീതിയിൽ ഒരു അമീർ, ഒരു ഭരണാധികാരി ഭരണീയരെ എങ്ങനെയാണ് കാണേണ്ടത്, ഇസ്ലാമിക രാഷ്ട്രീയ വ്യവസ്ഥിതിയുണ്ട്. ഒരു വ്യവസ്ഥാപിത ഗവൺമെന്റ് ഉള്ള രാജ്യത്ത് അവിടെയുള്ള പൗരന്മാരെങ്ങനെ ജീവിക്കണം, ഇസ്ലാമിന് നിയമമുണ്ട്. ഒരു വ്യവസ്ഥാപിത ഗവൺമെന്റ് ഉള്ള രാജ്യത്ത് അവിടെയുള്ള പൗരന്മാരെങ്ങനെ ജീവിക്കണം? ആ ഗവൺമെന്റ് തിയോക്രാറ്റിക് ഗവൺമെന്റ് ആണെങ്കിൽ അതെങ്ങനെയായിരിക്കണം? ഡെമോക്രാറ്റിക് ഗവൺമെന്റ് ആണെങ്കിൽ എങ്ങനെയായിരിക്കണം? ഓരോരോ വ്യവസ്ഥിതികളുടെയും കീഴിൽ ഒരാൾ എങ്ങനെ ജീവിക്കണം? ആധുനിക സാമ്പത്തിക ക്രമങ്ങളുണ്ട്. ഇപ്പോൾ നോക്കൂ, ഓൺലൈൻ വിവാഹത്തെക്കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ ഇസ്ലാമിന്റെ പണ്ഡിതന്മാർ എത്ര വേഗമാണ് നമ്മുടെ മഹാന്മാരായ ആലിമീങ്ങൾ അതിന്റെ നിയമങ്ങൾ സമുദായത്തിന് മുമ്പിലേക്ക് അവതരിപ്പിച്ചത്. ക്ലാസുകൾ ഓൺലൈനായി, ലെക്ചറിങ്ങുകൾ ഓൺലൈനായി. എന്നാൽ നിക്കാഹും ഓൺലൈനിലങ്ങ് ആയാൽ പോരെ എന്ന് ചില ആളുകൾ ആലോചിച്ച് നടപ്പിലാക്കിയപ്പോൾ വരൻ ഒരു രാജ്യത്താണ്, വധുവിന്റെ രക്ഷിതാവ് മറ്റൊരു രാജ്യത്താണ്. രണ്ടാളുകളുടെയും ഇടയിൽ അടുക്കൽ പ്രതിനിധികളുണ്ട്. ഈ ഒരവസ്ഥയിൽ പൊതുമാധ്യമങ്ങളിലൂടെ നിക്കാഹ് നടത്താൻ പറ്റുമോ ഇല്ലേ എന്ന ചർച്ചയങ്ങ് ചൂടുപിടിച്ചപ്പോൾ നമ്മുടെ ആലിമീങ്ങൾ അതിന്റെ കൃത്യമായ നിയമം ലോകത്തിന് മുമ്പിൽ പറയുകയാണ്. അങ്ങനെ പാടില്ല. വധുവിന്റെ രക്ഷിതാവും വരനും അഥവാ വിവാഹ ഉടമ്പടികൾ ആരൊക്കെ തമ്മിലാണോ ചെയ്യുന്നത്, ആ ഉടമ്പടിക്ക് സാക്ഷിയാകുന്ന സാക്ഷികൾ വേണം. അത് സാധ്യമാകണമെങ്കിൽ രണ്ടു സാക്ഷികൾ രണ്ടു സ്ഥലങ്ങളിലായാൽ പോരാ.
ഈ ഉടമ്പടിക്ക് കൃത്യമായ സാക്ഷിയുണ്ടെങ്കിലേ വിവാഹം സാധുവാവുകയുള്ളൂ എന്ന് നമ്മുടെ മഹാന്മാരായ ആലിമീങ്ങൾക്ക് പറയാൻ കഴിഞ്ഞത് എവിടെന്നാണ്? മുഹക്കമാത്തും ഫമാ തുബ്ഖീന മിൻ ശുബഹി ലിദീ ശിഖാഖിൻ വമാ തബ്ഗീന മിൻ ഹികമി. ഖുർആനിന്റെ പേരിൽ തർക്കിച്ചിട്ട് ഒരു മധ്യസ്ഥനെ വെക്കേണ്ട ആവശ്യമില്ല. ഖുർആൻ അത്രയും വ്യക്തമായി ലോകത്തിന് മുമ്പിൽ സംവദിക്കുന്ന വേദമാണ്. മഹൂരിബത്ത് ഖത്തു ഇല്ലാ ആദ മിൻ ഹറബി ആദല്ലാദി ഇലൈഹാ മുൽഖിയസ്സലമീ. ഖുർആനിനോട് ആയുധമെടുത്ത് വെല്ലാൻ വേണ്ടി വന്നവരെല്ലാം ആയുധം വെച്ച് കീഴടങ്ങി എന്നല്ലാതെ ഒരാൾക്കും ഖുർആനിനെ വെല്ലാനോ അതിജയിക്കാനോ കഴിഞ്ഞിട്ടില്ല. അത്രയും മനോഹരമായ ഹൃദ്യമായ ഗ്രന്ഥമാണ് നമ്മുടെ മുമ്പിലുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസാത്തുകളിൽ ഏറ്റവും പ്രകടമായതാണ് ഖുർആൻ. പ്രിയമുള്ളവരെ, ഒരു മുഅ്ജിസത്തിന്റെ സംഭവം കൂടി പറഞ്ഞ് തൽക്കാലം ഞാൻ ഈ വരികൾ അവസാനിപ്പിക്കുകയാണ്. ഇനി ഖുർആനിന്റെ വ്യാപകമായ അർത്ഥലോകത്തെയാണ് പറയുന്നത്. ലഹാ മഅനിൻ കമൗജിൽ ബഹരി ഫീ മദദി വഫൗഖ ജൗഹരിഹി ഫിൽ ഹുസ്നി വൽ ഖിയമി ഫമാ തുഅദ്ദു വലാ തുഹ്സാ അജായിബുഹാ വലാ തുസാമു അലൽ ഇക്സാരി ബിസ്സഅമീ. അതിന്റെ ആശയപരമായ വ്യാപ്തിയും അർത്ഥപരമായ ലോകത്തെ ഖുർആനിന്റെ സംവാദങ്ങളുമാണ് പറയാനുള്ളത്. ഇതിന് ആത്മീയമായ അതിന്റെ ആസ്വാദന ലോകമുണ്ട്. ഖറത്ത് ബിഹാ ഐനു ഖാരിഹാ ഫഖുൽതു ലഹു ലഖദ് ളഫിർത ബിഹബ്ലില്ലാഹി ഫഅതസിമീ. ഇങ്ങനെ ഖുർആനിന്റെ ഉത്സാരങ്ങളെയും അതിന്റെ മനോഹരമായ വ്യാഖ്യാനതലങ്ങളെയും എണ്ണിപ്പോയാൽ നമ്മുടെ ഈ പരമ്പര എവിടെ തുടങ്ങി അവസാനിക്കാനാണ്? അറിയട്ടെ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതെല്ലാം ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിച്ചു തരുമ്പോൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്തായി നമ്മളൊന്ന് വായിക്കുമ്പോൾ മാഷാ അല്ലാഹ്, ആ മഹാനരായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകീർത്തന ലോകത്ത് ഇമാം ബൂസീരി തങ്ങൾ ആശ്ചര്യത്തോടെ നിൽക്കുകയാണ്. അറിയുമോ, ഈ ലോകത്തുള്ള എല്ലാ മേഖലകളിലും മുത്തുനബി തങ്ങളുടെ മുഅ്ജിസത്തുണ്ട്. ഓരോരോ ഉദാഹരണങ്ങൾ പറഞ്ഞാൽ മഹാനരായ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിൽ നിന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു കാര്യത്തിലേക്ക് ഞാൻ വേഗമങ്ങ് പറഞ്ഞു പോകാം. മഹാനരായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ വല്ലാതെ വിഷണ്ണനായി, വെള്ളം കുടിക്കാനില്ല, ഭക്ഷണം കഴിക്കാനില്ല, എത്രയോ രാവുകൾ പകലുകൾ പട്ടിണിയാണ്. അങ്ങനെ കിടക്കുമ്പോൾ ഒരു ദിവസം ഞാനങ്ങനെ വിഷണ്ണനായി മസ്ജിദുൻ നബവിയുടെ മുറ്റത്ത് കിടന്ന് ഉരുളുകയാണ്. ആ ഉരുളുന്ന സമയത്ത് എന്തെങ്കിലും ഒന്ന് കിട്ടണമല്ലോ. എല്ലാവരും എന്നോട് സഹതാപം പറയുന്നുണ്ട്. സഹതാപം പറയുകയല്ലാതെ പരിഹാരം കിട്ടുന്നില്ല. ഞാനങ്ങനെ ഇരിക്കുമ്പോഴാണ് അതാ അതുവഴി വരുന്നു റഹ്മത്തുൽ ലിൽ ആലമീൻ ഖായിദുൽ ഗുർരിൽ മുഹജ്ജലീൻ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങൾ വരുന്നു. തങ്ങൾ വന്നിട്ട് ചോദിച്ചോ, അബൂ ഹുറൈറ, എന്തേ വരുന്നവരോടൊക്കെ ഖുർആനിന്റെ ആയത്തിന്റെ സാരം ചോദിച്ചിവിടെ നിൽക്കുന്നത്? എന്തേ ഇവിടെ കിടക്കുന്നത്? എന്നെ കണ്ടപാടെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങ് ചിരിച്ചു.
ചിരിച്ചിട്ടാണ് ചോദിക്കുന്നത്. എന്തേ എല്ലാവരോടും ആയത്തിന്റെ വ്യാഖ്യാനം ചോദിക്കുന്നത്? അവിടുന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അവിടത്തേക്ക് മനസ്സിലായല്ലോ, എനിക്ക് വിശന്നിട്ട് വയ്യാ. എന്നാൽ വരൂ അബൂ ഹുറൈറ, വീട്ടിലേക്ക് കൊണ്ടുപോയി. ആയിഷ ഉമ്മ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചു, അല്ല ഇവിടെ വല്ലതും ഉണ്ടോ? അതേ, ഒരാളെ സംഭാവന നൽകിയ ഒരു ഗ്ലാസ് പാലുണ്ട്. ഓ അബൂ ഹുറൈറ, പള്ളിയിലേക്ക് പോയി അവിടെ അഹ്ലുസ് സുഫയുണ്ടല്ലോ, മുതഅല്ലിമീങ്ങൾ, ആ ആളുകളെല്ലാം വിളിച്ചു കൊണ്ടുവരൂ. ഞാൻ ആശ്ചര്യപ്പെട്ടു, എനിക്ക് തന്നെ മതിയാകില്ല ഈ ഒരു ഗ്ലാസ് പാല്. ഹബീബായ തങ്ങൾ പറയുന്നു, എന്റെ കൂട്ടുകാരെയൊക്കെ വിളിച്ചുകൊണ്ടുവരാൻ. ഫദ്ഉഹും ലീ, അവരെയൊക്കെ വിളിച്ചുകൊണ്ടുവരൂ എന്ന് പറഞ്ഞപ്പോൾ എനിക്കതങ്ങ് വളരെ വിഷമം തോന്നി. എനിക്ക് തന്നെ തികയാത്ത ഈ പാൽ അവരെ കൊണ്ടുവന്നാൽ എന്താകാനാണ്? ഏതായാലും പറഞ്ഞു വിടുന്നത് ഹബീബായ തങ്ങളല്ലേ. 70-ൽ പരം ആളുകളുണ്ട്. അവരെ ഞാൻ വിളിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാൽപാത്രം എടുത്തെന്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു, യാ അബാഹിർ, ഓ അബൂ ഹുറൈറ, ഖുദ് ഫഅതിഹിം, ഈ പാൽപാത്രം എടുത്ത് അവർക്കൊക്കെ കുടിപ്പിക്കൂ അബൂ ഹുറൈറ. ഫഅഖൽതുൽ ഖിദഹ ഫജഅൽതു ഉതീഹി الرجل, ഞാൻ ആ പാത്രം വാങ്ങി ഒരാൾക്ക് കൊടുത്തു. എന്നിട്ട് അദ്ദേഹം കുടിക്കുന്നു, ദാഹം ശമിക്കുന്നതുവരെ. ആ ദാഹം ശമിച്ചു കഴിഞ്ഞ് എനിക്ക് ആ പാൽപാത്രം തരും. അങ്ങനെ ഓരോരുത്തർക്കും ഞാൻ മാറി 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 കൊടുത്തു. ഒരു ഗ്ലാസ് പാലിൽ നിന്ന് ഒരു വിശപ്പിന്റെ കഥയിൽ തുടങ്ങി മഹാനരായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൽപ്പന പ്രകാരം കൊടുക്കുകയാണ്. ഹത്തന്തഹൈതു ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലെത്തി. എല്ലാവരുടെയും ദാഹം മാറിയോ അബൂ ഹുറൈറ? അതേ, മാറിയിട്ടുണ്ട് നബിയേ. ഫഅഖദൽ ഖിദഹ ഫവളഅഹു അലാ യദിഹി, മുത്തുനബി തങ്ങൾ ആ പാത്രം മേടിച്ച് കയ്യിൽ വെച്ചു. ഫനളറ ഇലയ്യ ഫതബസ്സമ, എന്നെ ഒന്ന് നോക്കി പുഞ്ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, യാ അബാഹിർ, ബഖീതു അന വ അൻത, നമ്മൾ രണ്ടുപേരുമാണ് ബാക്കിയായതല്ലേ. സദഖത യാ റസൂലല്ലാഹ്, അതേ ഹബീബായ തങ്ങളെ, ശരിയാണ്, ഇനി നമ്മൾ രണ്ടും മാത്രമേ ഉള്ളൂ. എന്നാൽ ഖുഅദ് ഫശ്റബ്, ഇരുന്ന് കുടിക്കൂ അബൂ ഹുറൈറ. ഫഖഅത്തു ഫശരിബ്തു, ഞാൻ ഇരുന്നങ്ങ് കുടിച്ചു. എന്നിട്ട് മുത്തുനബി തങ്ങളുടെ കയ്യിലേക്ക് കൊടുത്തു. കുടിക്കൂ അബൂ ഹുറൈറ. കുടിച്ചു. പിന്നെയും പിന്നെയും എന്നോട് പറഞ്ഞു, ലാ വല്ലദീ ബഅസക ബിൽ ഹഖ് മാ അജിദ് ലഹു മസ്ലകാ. ഹബീബായ തങ്ങൾ വീണ്ടും വീണ്ടും എന്നോട്, പാനം ചെയ്തോളൂ അബൂ ഹുറൈറ, പാനം ചെയ്തോളൂ അബൂ ഹുറൈറ. 70-ലേറെ ആളുകൾക്ക് ഒരു കപ്പ് പാലിൽ നിന്ന് നൽകി. പിന്നെയും എനിക്ക് നൽകി. അതിൽ നിന്ന് ഞാൻ വീണ്ടും വീണ്ടും പാനം ചെയ്തിട്ട് പറയാണ്, മാ അജിദ് ലഹു മംസകൻ ഔ മസ്ലകാ, പിന്നെ ഒരു തുള്ളിപ്പാല് പോലും പോകാൻ പള്ളയിൽ ഇടമില്ല. ഫഅരിനി, എന്നാൽ ഇങ്ങോട്ടെടുക്കൂ അബൂ ഹുറൈറ. ഫഅതൈതുഹു, ഹബീബായ തങ്ങളുടെ കയ്യിലേക്ക് ഞാൻ അങ്ങ് കൊടുത്തു. ഫഹമിദല്ലാഹ, അല്ലാഹുവിനെ സ്തുതിച്ചു. വസമ്മാ ബിസ്മി ജല്ലി വശരിബൽ ഫളല, ശേഷിച്ച പാല് ഹബീബായ തങ്ങളും പാനം ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്ത് കൊണ്ട് ആ ഒരു പാത്രം പാല് ഞങ്ങൾ എല്ലാവരും പാനം ചെയ്തു.
പിന്നെയും ബാലൻസ് വന്നു. ഹബീബായ തങ്ങൾ പാനം ചെയ്തു കഴിയുമ്പോഴും ആയിഷ ഉമ്മയുടെ വീട്ടിൽ നിന്ന് തുടക്കത്തിലുണ്ടായിരുന്ന അതേ പാൽപാത്രത്തിലെ പാല് ഇപ്പോഴും ബാക്കി തന്നെ. ലക മുഅ്ജിസാത്തുൻ അഅജസത് കുല്ലൽ വറാ. അബൂ ഹനീഫ ഇമാം തങ്ങൾ അവിടുത്തെ ഖസീദത്തുൻ നുഅ്മാനിയയിൽ പറഞ്ഞതെങ്ങനെയാണ്? ലക മുഅ്ജിസാത്തുൻ അഅജസത് കുല്ലൽ വറാ. അതേ ഹബീബായ തങ്ങൾ ഒരു ഭാഗത്ത് നേതാവാണ്, അനുയായികളുടെ മുഴുവനും ദാഹം ശമിപ്പിച്ചിട്ട് ദാപാനപാത്രം വാങ്ങിയ മാതൃകയുടെ നേതാവിനെ ഇവിടെ വായിക്കാനുണ്ട്. മുഅ്ജിസത്ത് കൊണ്ട് അനുയായികൾക്ക് ശമനം നൽകിയത് ഇവിടെ വായിക്കാനുണ്ട്. പള്ളിമുറ്റത്ത് വേദനിച്ച് കിടക്കുന്ന ഒരു പൗരന്റെ വേദനയിലേക്ക് കടന്നു ചെന്നത് ഇവിടെ വായിക്കാനുണ്ട്. ഹബീബായ തങ്ങളുടെ ജീവിതത്തിന്റെ അധ്യായങ്ങൾ ഓരോന്നും 1000 ഉപദേശങ്ങളാണ്. ഇതെല്ലാം നിറച്ചു വെച്ച മുഅ്ജിസത്തിന്റെ കേദാരമേ അല്ലാഹുവിന്റെ കലാമാകുന്ന ഖുർആൻ. ആ ഖുർആനിനെ നോക്കിയാൽ റദ്ദത്ത് ബലാഗതുഹാ ദഅവാ മുആരിളിഹാ റദ്ദൽ ഗയൂരി യദൽ ജാനിയനിൽ ഹുറമീ. ഖുർആനിന്റെ ആശ്ചര്യമുള്ള ഭാഷ, ആ ഭാഷ പഠിക്കാൻ ലോകത്തെത്ര ഗ്രന്ഥങ്ങളാണ്, വ്യാഖ്യാനങ്ങൾ എത്ര കോടികളാണ്. ഇതെല്ലാം ഉണ്ടായിരിക്കെ നമുക്ക് ഖുർആനിന്റെ മുറ്റത്തേക്ക് വരാം. അതെന്റെ പൊന്നാര മുത്തുനബിക്ക് അല്ലാഹു കൊടുത്ത സമ്മാനമാണ് ഖുർആൻ. ഇവിടെ അങ്ങനെയാണ് ഖുർആനിനെ വായിക്കുന്നത്. അല്ലാഹുവിന്റെ കലാമെന്ന ആശ്ചര്യത്തിന്റെ ലോകം മാത്രമല്ല, എന്റെ പ്രാണനാഥനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്, എന്റെ പ്രേമപാത്രമാകുന്ന മുത്തൊളി ഹബീബിന് ഉലകത്തിന്റെ ഉടയവൻ കൊടുത്ത ഒടുങ്ങാത്ത പ്രമാണത്തിന്റെ സാക്ഷ്യമേ ഖുർആൻ. അവസാനിക്കാത്ത അത്ഭുതത്തിന്റെ നിറധരിയേ ഖുർആൻ. ആ ഖുർആനിനെയാണ് പ്രേമപൂർവം ബൂസിരി ഇമാം ചൊല്ലുന്നത്. നമുക്ക് ഖുർആൻ ഓതണം. നിത്യജീവിതത്തിൽ ഖുർആൻ ഒഴിഞ്ഞ ഒരു ദിവസവും ഉണ്ടാകരുത്. ഖുർആൻ ഓതുമ്പോൾ അതിന്റെ ആശയങ്ങൾ അറിയണം, ആലോചിക്കണം. ഖുർആനിലെ ഓരോ സൂക്തവും എടുത്ത് മുന്നിൽ വെക്കുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞത് പൂർത്തീകരിച്ചിട്ടില്ല, ഈ ആയത്ത് സഫരിയാണോ എന്നതിന്റെ അർത്ഥം ഇതിറങ്ങുമ്പോ എന്റെ ഹബീബ് യാത്രയിലായിരുന്നോ എന്നാണ്. ഈ ആയത്ത് ഹളരിയാണോ എന്നതിന്റെ അർത്ഥം ഈ ആയത്ത് ഇറങ്ങുമ്പോ എന്റെ ഹബീബ് എവിടെങ്കിലും ഇരിക്കുകയായിരുന്നോ എന്നാണ്. ഈ ആയത്ത് ലൈലിയാണോ എന്നതിന്റെ അർത്ഥം ഈ ആയത്തിറങ്ങുമ്പോ എന്റെ തങ്ങള് രാത്രിയിലായിരുന്നോ എന്നാണ്. ഈ ആയത്ത് നഹാരിയാണോ എന്നതിന്റെ അർത്ഥം എന്റെ മുത്തുനബി തങ്ങള് പകലിരിക്കുമ്പോഴാണോ ഇത് വന്നത് എന്നാണ്. അല്ല, ഈ ആയത്ത് മക്കിയാണോ എന്ന് ചോദിക്കുമ്പോ ത്യാഗപൂർണമായ ഹിജറയുടെ മുമ്പാണോ ഇതെന്നാണ് അതിന്റെ അർത്ഥം. അല്ല, ഇത് മദനിയാണോ എന്ന് ചോദിക്കുമ്പോ ആനന്ദത്തോടെ മദീനയുടെ മണ്ണിൽ നിൽക്കുമ്പോഴായിരുന്നോ എന്നാണ് അതിന്റെ ചോദ്യം. ഇതിന് നാസിഖുണ്ടോ എന്ന് ചോദിക്കുമ്പോ ഹബീബായ തങ്ങളുടെ കരുണ സ്പർശം അതിൽ എത്രയുണ്ട്, വീണ്ടും വായിക്കാൻ എന്നാണ് അതിന്റെ അർത്ഥം. ഈ പറയുന്നത് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാകുന്നു എന്ന് എനിക്കറിയില്ല. പ്രിയമുള്ളവരെ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശ്വാസോച്ഛ്വാസത്തിന്റെ കഥ പറയുന്നതാണ് ഖുർആൻ. അവിടുത്തെ വിശ്രമവും ക്ഷീണവും ആരോഗ്യവും അവിടുത്തെ സന്തോഷവും എല്ലാം പറയുന്നതാണ് ഖുർആൻ. തങ്ങൾ ബേജാറിലാണോ? വല്ലാഹു യഅസിമുക മിനന്നാസ്. തങ്ങൾ പുതച്ചു കിടക്കുകയാണോ? യാ അയ്യുഹൽ മുദ്ദസിർ. തങ്ങൾ വീട്ടിലെ അരമനയുടെ ഉള്ളിലാണോ? യാ അയ്യുഹൽ മുസമ്മിൽ. തങ്ങളെ അവിടുന്ന് ബേജാറിലാണോ? സാനിയസ്നൈനി ഇദ്ഹുമാ ഫിൽ ഗാർ.
ഇങ്ങനെ ഒന്ന് വായിക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിന്റെ ദിനരാത്രങ്ങളോട് ചേർത്ത് വെച്ചുകൊണ്ട് ചോദിക്കൂ, തങ്ങളെ വിഷമിക്കരുത്, അല്ലാഹു സഹായിക്കും. ലഖദ് നസറക്കുമുല്ലാഹു ബിബദരിൻ വഅൻതും അദില്ല. തങ്ങൾ എന്തിന് ബേജാറാകണം? ബദറിൽ വെച്ച് തുണച്ചില്ലേ? ബദറുൽ കമാലായ തങ്ങളെ കൈവിട്ടില്ലല്ലോ. അതുകൊണ്ട് തങ്ങൾ ബേജാറാകേണ്ടതില്ല. എത്ര മനോഹരമായിട്ടാണ് ഖുർആൻ തങ്ങളോട് സംസാരിക്കുന്നത്. അതല്ലേ നമ്മൾ വായിക്കുന്നത്. ആ കാരുണ്യത്തിന്റെ ശീതളഛായയിലല്ലേ ഇസ്ലാമിന്റെ ആളുകൾ അഭിമാനപൂർവ്വം ജീവിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ഖൽബൊന്ന് ചേർത്ത് വെക്കാം. ഇലാ ജനാബി റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് നമുക്കൊന്ന് ചേർന്നിരിക്കാം. നമ്മുടെ സ്നേഹപ്രപഞ്ചത്തിൽ വിഷയ അവതരണം ഈ വർഷം ഇൻഷാ അല്ലാഹ് നാളെ കൂടിയേ ഉണ്ടാവുകയുള്ളൂ. അല്ലാഹുവിന്റെ നിശ്ചയമാണ് ഇത്രയും ദിവസങ്ങൾ. ഇനി എന്നുവരെ എന്നതും അല്ലാഹുവിന്റെ ഔദാര്യമാണ്. അല്ലാഹു ഹബീബായ തങ്ങളിലേക്ക് ചേരാൻ ഉതകുന്നൊരു സൽക്കർമ്മമായി നമ്മളെ എല്ലാവരെയും കബൂൽ ചെയ്യുമാറാകട്ടെ. ഉമ്മമാരെ മക്കൾ സ്നേഹിക്കുന്നത്, ഉപ്പമാരെ മക്കൾ ആദരിക്കുന്നത്, മക്കളോട് മാതാപിതാക്കൾ വാത്സല്യം കാണിക്കുന്നത്, എല്ലാം വേണ്ട പോലെ പറഞ്ഞു തന്ന മുത്തുനബി തങ്ങളുടെ കാരുണ്യപ്രപഞ്ചത്തിന്റെ അംശമായതുകൊണ്ടല്ലേ അപ്പോൾ എല്ലാ മൂല്യങ്ങളും എത്തിച്ചേരുന്നത് അതേ അസ്സബബുൽ അവ്വൽ അന്നൂറുൽ അവ്വൽ ഹബീബായ തങ്ങളിലേക്കല്ലേ. നമ്മുടെ ഈ സ്നേഹപ്രപഞ്ചത്തിന് എങ്ങോട്ടെങ്ങോട്ട് എത്തിത്തീരാനാകുന്നില്ല. ഈ ബുറുദയുടെ വരികൾ എവിടെ വെച്ച് ഏതു കൊല്ലം നിർത്തണമെന്ന് ആഗ്രഹിച്ചിട്ട് വീണ്ടും വീണ്ടും ലഹാ മആനിൻ കമൗജിൽ ബഹരി ഫീ മദദി അതങ്ങനെ നീളുകയാണ്. തീർത്തും പ്രാഥമിക ആശയങ്ങളെ നമ്മൾ വായിക്കുന്നുള്ളൂ. പക്ഷേ ഇതെന്തൊരത്ഭുതമാണ്. തൊടുന്തോറും വികസിക്കുന്ന ലോകം. ഓരോ കൊല്ലവും വിചാരിക്കും ഇക്കൊല്ലം ബുറുദ അങ്ങ് തീർക്കണം, അടുത്ത കൊല്ലം നമുക്ക് അടുത്ത ഒരു ലോകത്തേക്ക് ഈ സ്നേഹപ്രപഞ്ചം കൊണ്ടുപോകണം. പക്ഷേ എന്തു ചെയ്യാൻ? ബുസീരി ഇമാമ കാലത്തെ ചവിട്ടി മെതിച്ച് കാൽ ചുവട്ടിൽ മെരുക്കി വെച്ചിട്ടാണല്ലോ പ്രണയപാത്രത്തെ പറയാൻ തുടങ്ങിയത്. പിന്നെ കാലത്തിനെങ്ങനെയാണ് ബുസീരി ഇമാമിനെ മറികടക്കാനാവുക? അവിടുത്തെ പ്രകീർത്തനങ്ങളെ തോൽപ്പിക്കാനാവുക? ഇല്ല ഇല്ല. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പരകോടി മനസ്സുകളെ ചേർത്ത് വെക്കാൻ നിയോഗം കിട്ടിയ മഹാമനസ്സേ, അതാണ് ഇമാം ബൂസീരി തങ്ങൾ. ഞാനൊരു സംഭവം പറഞ്ഞുകൊണ്ട് നിർത്താം. നമ്മുടെ സ്നേഹപ്രപഞ്ചം ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുദർശനത്തിലേക്ക്, അവിടുത്തെ തിരുസന്നിധാനത്തിലേക്ക് ഒന്ന് ചേർത്ത് വെച്ചുകൊണ്ടാണല്ലോ ദുആ ചെയ്യാറുള്ളത്. ഒന്ന് പറയട്ടെ, അൽ ബിദായ വന്നിഹായിൽ നിന്ന് ഫാത്തിമത്ത് ബിൻത് അബ്ദുൽ മലിക് ഇബ്നു മർവാൻ എന്ന മഹദി പറയുകയാണ്. ആരാണ് ഫാത്തിമത്ത് ബിൻത് അബ്ദുൽ മലിക് ഇബ്നു മർവാൻ? ചരിത്രത്തിലെ അത്ഭുത വനിതയാണ്. ബിൻതുൽ ഖലീഫത്തി വൽ ഖലീഫത്തു ജദ്ദുഹാ ഉഖ്തുൽ ഖലായിഫി വൽ ഖലീഫത്തു സൗജുഹാ. ഭർത്താവ് ഖലീഫയാണ്, സഹോദരന്മാര് ഖലീഫ ഭരണാധികാരികളാണ്, ഉപ്പയും ഖലീഫയാണ്, വലിയുപ്പയും ഖലീഫയാണ്. അബ്ദുൽ മലിക് ഇബ്നു മർവാൻ എന്നവരുടെ മകളാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ ഭാര്യയാണ്. സഹോദരന്മാര് മുഴുവനും വലീദടക്കമുള്ളവർ ഭരണാധികാരികളാണ്. അതേ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു സ്ത്രീയെ വേറെ വായിച്ചിട്ടില്ലെന്ന് ഇബ്നുൽ ഖയ്യിമുൽ ജൗസിയ്യ അൽ ഖലീഫത്തുൽ ഖാമിസ് എന്ന ഗ്രന്ഥത്തിന്റെ തുടക്കത്തിൽ തന്നെ എഴുതുന്നുണ്ട്. അങ്ങനെയുള്ള മഹദിയായ ഫാത്തിമത്ത് ബിൻത് അബ്ദുൽ മലിക് ഇബ്നു മർവാൻ, അബ്ദുൽ മലിക് ഇബ്നു മർവാന്റെ മകൾ, അതേ ഫാത്തിമ എന്ന മഹദി വലിയ ആധ്യാത്മികതയുള്ള ഭവതിയാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ ഭാര്യ പറയാണ്, ഇൻ
കതബഹ ഉമർ ഇബ്നു അബ്ദുൽ അസീസ്, എൻ്റെ ഭർത്താവായ പരിത്യാഗത്തിന്റെ പര്യായമായ ഭരണാധികാരി 5ാം ഖലീഫ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ ഉണർന്നു. ലഖദ് റഅയ്തു റുയാ മുഅജിബ, ഒരത്ഭുതമുള്ള കാഴ്ച ഞാൻ കണ്ടു മോളെ, ഞാനൊരു നല്ല സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞുകൊണ്ടാണ് എഴുന്നേറ്റത്. അപ്പൊ ഞാൻ ചോദിച്ചു, അല്ല ജഅൽതു ഫിദാക ഫഅഖ്ബിർനി ബിഹാ, ഞാൻ നിങ്ങൾക്ക് ദണ്ഡമാണ്, എനിക്കൊന്ന് പറഞ്ഞു തരുമോ? അപ്പോൾ പറഞ്ഞു, ഇപ്പോൾ ഞാൻ പറയൂല, രാവിലെയാകട്ടെ. ഫലമ്മാ ത്വലഅൽ ഫജ്റു ഖറജ ഫസല്ലാ ثم عاد الى مجلسه, രാവിലെ സുബഹി കഴിഞ്ഞ് ഔറാദുകളൊക്കെ കഴിഞ്ഞ് മടങ്ങി വന്നപ്പോൾ അങ്ങനെ ഒറ്റയ്ക്കിരിക്കുമ്പോ ഞാൻ വീണ്ടും ചെന്നു. അഖ്ബിർനി ബിർറുയല്ലത്തി റഅയ്ത, നിങ്ങൾ കണ്ട സ്വപ്നം എനിക്ക് പറഞ്ഞുതരാന്ന് പറഞ്ഞല്ലോ, അതൊന്ന് പറയണം. അതേ, ഞാൻ കണ്ടു മോളെ, റഅയ്തു കഅന്നി റുഫിഅതു ഇലാ അർളിൻ ഖദറാ, വിശാലമായ ഒരു ഹരിതഭൂമിയിലേക്ക് ഞാൻ ഉയർത്തപ്പെട്ടതാണ് ഞാൻ കണ്ടത്. അവിടെയുണ്ട് നല്ല പച്ച വിരിപ്പ് പോലെ കിടക്കുന്നു, അവിടെ നല്ല ഒരു വെള്ളക്കൊട്ടാരമുണ്ട്. കന്നഹുൽ ഫില്ലാ, വെള്ളി പോലെ തന്നെ ഒരു കൊട്ടാരം. ഫൈദാ ഖാരിജുൻ ഖദ് ഖറജ മിൻ ദാലിക്കൽ ഖസ്ർ, ആ കൊട്ടാരത്തിൽ നിന്ന് ഒരാൾ ഇങ്ങനെ പുറത്തേക്ക് വന്നു. ഫഹതഫ ബിഅലാ സൗതിഹി, നല്ല ശബ്ദത്തിൽ വിളിച്ചു ചോദിച്ചു, ഐന മുഹമ്മദ് ബിൻ അബ്ദില്ലാഹി ബിൻ അബ്ദുൽ മുത്തലിബ്. ആ കൊട്ടാരത്തിൽ നിന്ന് വിളിച്ചു ചോദിക്കുന്നു, അബ്ദുൽ മുത്തലിബിന്റെ മകൻ അബ്ദുല്ലാഹിയുടെ മകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ എവിടെ? ഐന റസൂലുള്ളാഹ്, ഹബീബായ തങ്ങൾ എവിടെ? ഇത് അഖ്ബല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, അപ്പൊ തങ്ങൾ അങ്ങോട്ട് കടന്നു വന്നു, മുന്നിട്ട് വന്നു. ഹത്താ ദഖല ദാലിക്കൽ ഖസ്ർ, ആ കൊട്ടാരത്തിലേക്ക് തങ്ങൾ അങ്ങ് പ്രവേശിച്ചു. ഖാലാ, മഹാനവറുകൾ പറയാണ്, പിന്നീട് കൊട്ടാരത്തിൽ നിന്ന് ഒരാൾ പുറത്തേക്ക് വന്നു, ചോദിച്ചു, ഐന അബൂബക്കറിന് സിദ്ദീഖ്, സിദ്ദീഖുൽ അക്ബർ എന്നവർ എവിടെ? ഐന ബിനു അബീ ഖുഹാഫ, അബൂ ഖുഹാഫയുടെ മകൻ എവിടെ? അപ്പൊ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ ഇങ്ങോട്ട് വന്നു. ഹത്താ ദഖല ദാലിക്കൽ ഖസ്ർ, ആ കൊട്ടാരത്തിലേക്ക് അങ്ങ് പ്രവേശിച്ചു. പിന്നീടോ അടുത്ത ഒരാൾ വന്ന് വിളിച്ചു, ഐന ഉമർ ഇബ്നുൽ ഖത്താബ്, ഉമർ ഇബ്നുൽ ഖത്താബ് എവിടെ? ഫഅഖ്ബല ഉമർ ഹത്താ ദഖല ദാലിക്കൽ ഖസ്റ, അതേ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ വന്ന് കൊട്ടാരത്തിൽ കടന്നു. പിന്നെ ചോദിച്ചു, ഐന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ എവിടെ? അതേ മുന്നിട്ട് വന്നു, കോട്ടയിൽ കടന്നു, കൊട്ടാരത്തിൽ കടന്നു. പിന്നെ ചോദിച്ചു, ഐന അലി ഇബ്നു അബീ ത്വാലിബ്, അലി ഇബ്നു അബീ ത്വാലിബ് എവിടെ? അപ്പോഴേക്ക് അലിയാര് തങ്ങൾ വന്നു, കടന്നു. സുമ്മ ഖറജ ഫനാദാ, പിന്നെ ഒരാൾ വന്നിട്ട് ചോദിച്ചു, ഐന ഉമർ ബിൻ അബ്ദുൽ അസീസ്, ഉമർ ബിൻ അബ്ദുൽ അസീസ് എവിടെ എന്ന് വിളിച്ചു ചോദിച്ചു. ഫഖുംതു ഹത്താ ദഖൽതു ദാലിക്കൽ ഖസ്റ, അപ്പൊ ഞാൻ എഴുന്നേറ്റ് ആ കോട്ടയിലേക്ക്, കൊട്ടാരത്തിലേക്ക് കടന്നു ചെന്നു. ഞാൻ എങ്ങനെയെന്ന് ചെന്നു നോക്കുമ്പോൾ അതായിരിക്കുന്നു. ആരാണ് അവിടെ ഇരിക്കുന്നത്? റഹ്മത്തുൽ ലിൽ ആലമീൻ, ഖായിദുൽ ഗുർരിൽ മുഹജ്ജലീൻ, സയ്യിദുൽ അബ്റാർ, ഖായിദുൽ മുഹാജിരീന വൽ അൻസാർ, ഖുർറത്തു ഐനി, കഅസി വമശ്റബി, വസ്ലി വവിസാലി,
ഈ ലോകത്തുള്ളതെല്ലാം അസ്തമിക്കും, ഇവിടെയുള്ളതെല്ലാം വിട്ടെറിഞ്ഞ് യാത്രയാകും. ഉറ്റവരെ വിട്ടുപോകും, ഉടയവരെ വിട്ടുപോകും, വാസസ്ഥലം വിട്ടുപോകും. എല്ലാരും കൊണ്ടുപോയി അവസാനം ഒരാറടി മണ്ണിൽ വെക്കും. അപ്പോഴേക്ക് ഇവിടെയുള്ള ബന്ധങ്ങളെല്ലാം മുറിഞ്ഞു, ബന്ധുക്കളെല്ലാം പിരിഞ്ഞു, ഉറ്റവരെല്ലാം അകന്നു, ഉടയവരെല്ലാം പിരിഞ്ഞു. അങ്ങനെ കൊണ്ടുവെക്കുന്നൊരു വീട്ടിൽ കാത്തു നിൽക്കുമെന്ന് കൊതിക്കുന്ന നേതാവ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതാ ഹബീബായ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളുണ്ട്. ഞാൻ ആലോചിച്ചു, ഐന അജ്ലിസ്, ഞാൻ എവിടെ ഇരിക്കും? ഫജലസ്തു ഇലാ ജംബി അബീ ഉമർ ബിനുൽ ഖത്താബ്. എന്റെ വലിയുപ്പയാണല്ലോ ഉമർ ബിനുൽ ഖത്താബ് തങ്ങൾ. അവിടുത്തെ ചാരത്ത് പോയി ഞാൻ ഇരുന്നു. ഫതഅമ്മൽതു, ഞാനിങ്ങനെ ആലോചിക്കുകയാണ്. അതല്ല, ഫനളർത്തു, ഞാനൊന്നു നോക്കി. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ വലഭാഗത്തുണ്ട്, ഉമറുൽ ഫാറൂഖ് തങ്ങൾ ഇടഭാഗത്താണ്. ഞാൻ ആലോചിച്ചു, എന്താണ് ഇപ്പൊ ഞാനിവിടെ ചെയ്യേണ്ടത്? നോക്കുമ്പോൾ മുത്തുനബി തങ്ങളുടെ മുമ്പിൽ ഒരാൾ ഇരിക്കുന്നുണ്ട്. ഞാൻ ചോദിച്ചു, മൻ ഹാദർ റജുൽ അല്ലദീ ബൈന റസൂലില്ലാഹ് വബൈന അബീ ബക്കറിൻ. സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെയും മുത്തുനബി തങ്ങളുടെയും ഇടയിലിരിക്കുന്ന ആളാരാണ്? ഫഖീല ഹാദാ ഈസ ഇബ്നു മറിയം, അത് ഈസ അലൈഹിസ്സലാമാണ്. ഫസമിഅതു ഹാതിഫൻ, അപ്പോൾ ഒരു ശബ്ദം, ഒരു അശരീരി ഞാൻ കേട്ടു. ആ ശബ്ദത്തിന്റെ സ്രോതസ്സിനെ ഞാൻ കാണുന്നില്ല. ബൈനഹു വബൈനി വബൈനഹു, അതാ എന്റെയും അദ്ദേഹത്തിന്റെയും ഇടയിൽ പ്രകാശത്തിന്റെ ഒരു മറയുണ്ട്. യാ ഉമർ ബിൻ അബ്ദുൽ അസീസ്, ഓ ഉമർ ബിൻ അബ്ദുൽ അസീസ്, തമസ്സക് ബിമാ അൻത അലൈഹി, നിങ്ങൾ ആ ആദർശം മുറുകെ പിടിച്ചോളണേ. നിങ്ങളുടെ പിടിവള്ളി വിട്ടുകളയല്ലേ, പിടിവള്ളി വിട്ടുകളയല്ലേ എന്നോട് പറഞ്ഞു. വസ്ബുത്ത് അലാ മാ അൻത അലൈഹി, നിങ്ങൾ ഏതൊരാദർശത്തിന്മേലാണോ അതിൽ ഉറച്ചു നിന്നോളണേ. സുമ്മ കഅന്നഹു അദിന ലീ ഫിൽ ഖുറൂജി, പിന്നെ എനിക്ക് പുറത്തു പോകാൻ സമ്മതം തന്നതുപോലെ ഞാൻ അങ്ങനെ കോട്ടയിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ കൂടെയുണ്ട്. അൽഹംദുലില്ലാഹില്ലദീ നസറനി, അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളുണ്ട്. അൽഹംദുലില്ലാഹില്ലദീ ഗഫറലി എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും കൂടെയുണ്ട്. ഓ മുഅ്മിനീങ്ങളെ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇഷ്ഖ് വെക്കുന്നവർ അവരുടെ ആത്മാവ് കൊണ്ട് മുത്തുനബി തങ്ങളോട് സമ്മേളനത്തിലാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ്